അപ്പൊ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതായത് മനുഷ്യ മനസ്സിലെ മനുഷ്യ ഹൃദയത്തിലെ വിഷം വലിച്ചെടുക്കുന്ന വിഷക്കല്ല. ദിവ്യകാരുണ്യ ഒരു വിഷക്കല്ല. മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മലിനതകളെയും വിഷത്തെയും വലിച്ചെടുക്കാനുള്ള ഒരു ആയുധമാണ്, ഔഷധമാണ് വിശുദ്ധ കുർബാന. ഇന്ന് ആൾദൈവമാകാൻ പരിശ്രമിക്കുന്ന മനുഷ്യൻ, സഹോദരങ്ങളുമായിട്ടുള്ള മത്സരം നടത്തുന്നവര്, ബന്ധുക്കളുമായി മത്സരം നടത്തുന്നവര്, സ്ഥാപനങ്ങളിൽ മത്സരം നടത്തുന്നവരൊക്കെ ഓർക്കേണ്ട ഒരു തിരിച്ചറിവുണ്ട്. മനുഷ്യന്റെ അഹന്തയ്ക്കതയുള്ള ദൈവത്തിന്റെ ആയുധമാണ് വിശുദ്ധ കുർബാന. മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ അടിവേര് വെട്ടുന്നതാണ് വിശുദ്ധ കുർബാന. ചെറുതായി ചെറുതായി അപ്പത്തോളം ചെറുതായവന്റെ സൗന്ദര്യമാണ് വിശുദ്ധ കുർബാന. ചെറുതാകലിന്റെ സൗന്ദര്യമാണ് വിശുദ്ധ കുർബാന. മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്ന് കാണിക്കാനുള്ള വിച്ചത്തരങ്ങൾ കാണിക്കുന്ന ഓരോ മനുഷ്യനെയും ദിവ്യകാരുണ്യം ഓർമ്മപ്പെടുത്തുന്നു. ആരെയും ചെറുതാക്കുന്നതല്ല ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്, ചെറുതാകുന്നതാണ്, ചെറുതാക്കുന്നതല്ല. ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരിക്കുക എന്ന് പറഞ്ഞാൽ വചനം മാംസമായി മാറിയ ദിവ്യകാരുണ്യത്തിന്റെ റേഡിയേഷനാണ്. അവിടെയാണ് ആ ബാക്ടീരിയാസും വൈറസും പോകും. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ സ്ഥാനമില്ല. ദൈവമേ എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാതെ അവിടെ പോയി ഇരുന്നത് കൊണ്ട്, ആരാധിച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന വിശുദ്ധരുടെ തിരിശേഷിപ്പല്ല, വന്നു വണങ്ങി കണ്ടു പോകാനുള്ളതല്ല. അറിവുണ്ടെന്ന് നടിക്കുന്നത് നമ്മൾ അറിയേണ്ടത് അറിയുന്നില്ല. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അറിവുണ്ടെന്ന് നടിക്കുന്ന നമ്മൾ അറിയേണ്ടത് അറിയുന്നില്ല. വിശുദ്ധരുടെ തിരിശേഷിപ്പല്ലിത്. ഇത് ദൈവം തമ്പുരാനാണ്. ദൈവം മനുഷ്യനായി അവതരിപ്പിച്ചാണ്. കർത്താവ് ഈശോമിശിഹായുടെ തിരുശരീരത്വങ്ങളാണ്. അഹന്തമുറ്റ മനുഷ്യന്, ആത്മീയത ഇല്ലാത്ത മനുഷ്യന് ഈ വിശുദ്ധ കുർബാന മുമ്പിൽ ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് അഹങ്കാരി എവിടെ, ആത്മീയത എവിടെ? അഹങ്കാരിയിൽ ആത്മീയതയില്ല, അഹങ്കാരിയിൽ അഭിഷേകമില്ല എന്നുള്ള ഒരു ഒന്നാമത്തെ വിഷമിറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വിശുദ്ധ കുർബാന പാപവിഷത്തിനുള്ള പരമമായ ഔഷധമാണ്. വിശുദ്ധ കുർബാന ഒരു വിഷക്കലാണ്. അഹങ്കാരിയുടെ വിഷമിറക്കാൻ ദൈവം തമ്പുരാൻ ഇത്രയും താന്ന് അപ്പത്തോളം ചെറുതായി, വലുതായി അവൻ മരക്കുരിശോളം വലുതായി, ചെറുതായി അപ്പത്തോളം ചെറുതായവന്റെ മുമ്പിലിരിക്കുമ്പോൾ എവിടെ നമ്മുടെ അഹങ്കാരം? ഏറിയാൽ 70 അല്ല 80 വർഷം ജീവിക്കുന്ന ഈ ഒരു ജീവിതം, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. അഹങ്കാരി തിരിച്ചറിയുക. ദൈവമേ, ഇന്ന് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് മരച്ചുവട്ടിലെ മനോഹരമായൊരു മയക്കമാണ്. അഹന്തമുറ്റ പൗരോഹിത്യം, അഹന്തമുറ്റ സന്യാസം, അഹന്തമുറ്റ കുടുംബജീവിതം ഈ കാലഘട്ടത്തിന്റെ അറപ്പുളവാക്കുന്ന കാഴ്ചകളാണ്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. അതോടൊപ്പം തന്നെ മനുഷ്യ ജീവിതത്തിന് രണ്ടാമത്തെ സന്തോഷം കിട്ടുന്ന രണ്ടാമത്തെ വിഷം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹത്തിന്റെ വിഷമാണ്. അത്യാഗ്രഹത്തിന്റെ വിഷമാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിന്റെ ഓരോ കോശത്തിലേക്കും അപ്പമായി അവതരിക്കുന്ന തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പം എന്ത് നമ്മളിവിടെ കൊണ്ടുവന്നു, എന്ത് കൊണ്ടുപോകും? വചനം ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യ ജീവിതം പുൽക്കൊടി പോലെയാണ്. അതെ, മനുഷ്യ ജീവിതത്തിന്റെ ഇത്രയേ ഉള്ളൂ. ഇത്രയും ദിവസങ്ങളേ ഉള്ളൂ. മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 29,930 ദിവസമാണ്. അതായത് 82 വയസ്സ്. ഒരു മനുഷ്യന്റെ സയൻസ് പറയുന്ന അനുസരിച്ച് ഒരു മനുഷ്യന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് 82 വയസ്സാണ്. അതായത് 29,930 ദിവസം കഴിയും. ഇനി ശതാഭിഷേകം എന്ന് പറഞ്ഞാൽ 84 വയസ്സാണ്. 2 വയസ്സോടെ കിട്ടും. പിന്നെ കിട്ടുന്നതൊക്കെ ഗ്രാറ്റിസാ, ബോണസാ. കിട്ടിയാ കിട്ടി പോയാ പോയെന്നുള്ളൂ. KKPP എന്ന് പറഞ്ഞാൽ കിട്ടിയാ കിട്ടി പോയാ പോയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ജീവിക്കുന്ന കാലത്ത് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് യുവർ ലൈഫ്. ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. ഒറ്റ രൂപ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഒരു തിരിച്ചറിവാണ് സഹജീവികൾക്ക് പങ്കുവെച്ച് കൊടുക്കണമെന്നും, ഈ ചുണ്ടത്ത് മുട്ടിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഭക്ഷണ സാധനം പോലും വേണ്ട എന്നും, കയ്യിലിരിക്കുന്നതൊക്കെ പങ്കുവെക്കാനുള്ളതാണെന്നും, പങ്കുവെക്കാതെ സൂക്ഷിക്കുന്നത് മന്ന ചീഞ്ഞളിഞ്ഞതുപോലെ ചീഞ്ഞളിയുമെന്നുള്ള വലിയൊരു സത്യം വിശുദ്ധ കുർബാന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വെട്ടിയിൽ ആവശ്യമില്ലാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വസ്ത്രമെങ്കിൽ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ദാനധർമ്മം ചെയ്തോ? ദാനധർമ്മം അപകടത്തെ ഒഴിവാക്കും. ദൈവം പറഞ്ഞു, ഇത്രയും കാലമായിട്ട് നമ്മൾ പറയുന്നു, ദൈവം തമ്പുരാൻ നിന്റെ വരുമാനത്തിന്റെ 10% നീ ദശാംശമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. 10% ഇത്രയും കാലമായിട്ട്. അടുത്ത കാലത്ത് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ സെന്റ് ഓഫിന് എന്ന അവസരത്തിലാണ് 40,000, 50,000, 60,000 രൂപയൊക്കെ മേടിച്ച് അതായത് പെൻഷൻ പറ്റുന്ന ടീച്ചേഴ്സാണ്. അപ്പൊ അവിടെ ഏതൊരു അവസരത്തിൽ അവരോട് ചോദിച്ചു, ഈ ഇത്രയും കാലം നിങ്ങളോട് പഠിപ്പിച്ചിട്ട് ഒരു ക്ലാസ്സിലെ ഒരു കൊച്ചിന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലും കൊടുക്കാതെ 25 വർഷം, 30 വർഷം, 35 വർഷം സ്തുത്യർഹമായ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്യുന്ന ടീച്ചറെ ഓർത്തുവോ? നിനക്ക് വേണ്ടി നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു.
കാരണം അന്ത്യവിധിയിൽ പറഞ്ഞ 6 കാര്യവും നീ ചെയ്തില്ല. നിന്റെ ക്ലാസ്സിലെ കൊച്ച് രാവിലെ വിശന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കൊച്ചവിടെ നിന്ന് ഉറങ്ങിയപ്പോ നീ അത് കണ്ടില്ല, നീ ശാസിച്ചു. ആ കൊച്ച് രണ്ടാമത് ഒരു യൂണിഫോം മാറിയിട്ടുകൊണ്ട് വരാനിരുന്ന ആ കൊച്ചിന് നിനക്ക് ആയിരക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന നീ ഇത്രയും കാലമായിട്ട് ഒരു കൊച്ചിനൊരു യൂണിഫോമിന്റെ കാശ് പോലും കൊടുത്തിട്ടില്ലാത്ത ടീച്ചറെ ഗുരുവെന്ന് പറഞ്ഞാൽ അന്ധകാരം നീക്കുന്ന വ്യക്തിയാണ്. ദിശാബോധം കൊടുക്കുന്ന ആളുകൊണ്ട് കൂടുതൽ ശിക്ഷ ടീച്ചേഴ്സിന് കിട്ടും. അന്ത്യവിധി. യുവർ ക്യാരക്ടർ ഡിസൈഡ്സ് യുവർ ഡെസ്റ്റിനി. ഇന്ന് നാം ജീവിക്കുന്ന ഈ ആധുനിക യുഗം, ഈ സൈബർ യുഗം, ഈ 2017 ഈ കാലഘട്ടം ഒരുപാട് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. മനുഷ്യന്റെ വിശപ്പ്. ഈ മനുഷ്യന്റെ വിശപ്പിനെ പറ്റിയുള്ള പഠനങ്ങൾ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി കാണുന്നത് യവന ചിന്തയിൽ മനുഷ്യന്റെ ദാഹം, അതായത് അറിവിന് വേണ്ടിയുള്ള ഒരു ദാഹമായിരുന്നു. അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലേറ്റോ പോലുള്ള ചിന്തകന്മാർ പറഞ്ഞു, ഒരു കുടുംബം രക്ഷപ്പെടുവാൻ, ഒരു വ്യക്തി രക്ഷപ്പെടുവാൻ അവിടെ വേണ്ടത് ഒരു ലേണിംഗ് ഫാമിലിയാണ്. അറിവുള്ള കുടുംബം, അറിവുള്ള വ്യക്തി, അറിവിന് വേണ്ടി ദാഹിക്കുക. അറിയണം, നോ തൈസെൽഫ്. നീ നിന്നെ തന്നെ അറിയുക, മറ്റുള്ളവരെ അറിയുക. അറിവിന്റെ യുഗത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ആ യവന ചിന്തയിൽ നിന്ന് കടന്നു വന്ന് ഈ 2017 വന്ന് നിൽക്കുമ്പോൾ നമ്മളിന്ന് കാണുന്നുണ്ട്, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു സൈബർ യുഗത്തിലാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണ്. അറിവിന്റെ യുഗമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, അറിവിന്റെ വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിവിന് വേണ്ടിയുള്ള ഒരു ദാഹം മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യവന ചിന്തയിൽ ആരംഭിച്ചു, ഇന്നും അറിവിന്റെ മേഖലയിലേക്ക് കുതിച്ചു പായാനായിട്ട് മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അറിവിന് വേണ്ടിയുള്ള ഒരു ദാഹം നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത് നമ്മൾ കാണുന്ന മറ്റൊരു ദാഹം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഒരു ഏണിംഗ് ഫാമിലിയാണ്. അതായത് സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം. അതായത് അറിവിന് വേണ്ടിയുള്ള ഒരു ദാഹം ഒരു വശത്ത്, മറുവശത്ത് പിന്നീട് വന്നപ്പോൾ അവർ പറഞ്ഞു, അറിഞ്ഞതുകൊണ്ട് വലിയ കാര്യമില്ല, 10 കാശുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയും 10 കാശുണ്ടാക്കുക. അത് പണത്തിന് വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചില്, ഒരു ദാഹം നമ്മൾ കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ രൂപപ്പെട്ടതാണ്. നീ എന്ന് പറഞ്ഞാൽ നീ എന്താണ് എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, നിനക്ക് എന്തുണ്ട് എന്നുള്ളതാണ്. നിന്റെ സമ്പത്താണ്, ഹാവിങ് ആണ് പ്രധാനപ്പെട്ടത്, ബീയിങ് അല്ല. നിനക്കെന്തുണ്ട്? എല്ലാവരും കാണുന്ന വിധത്തിൽ വലിയൊരു വീട് പണിയുക, ഒരു കുട്ടിയെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വാങ്ങിച്ചാലേ ഞാനുള്ളൂ, കാണിച്ചാലേ ഞാനുള്ളൂ. ഇന്ന് ആ ട്രെൻഡ് വീണ്ടും ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ, ഈ കമ്പോള സംസ്കാരത്തിൽ ഇന്നും വീണ്ടും ഭൗതിക വസ്തുക്കളുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അതിനുള്ള തീരാത്ത ഒരു ദാഹം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതോടൊപ്പം പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ദാഹം എന്ന് പറയുന്നത് ആൾദൈവമാകാനുള്ള മനുഷ്യന്റെ ആഗ്രഹമാണ്. ആൾദൈവങ്ങളുടെ കാലഘട്ടമാണ്. എനിക്കും ഇതേ മറ്റാരുമില്ല. അപ്പൊ അഹന്തമുറ്റിയ മനുഷ്യന്റെ ദൈവത്തെക്കാൾ ഉപരിയായിട്ട്, സമ്പത്തിനേക്കാൾ ഉപരിയായി, എല്ലാറ്റിനും ഉപരിയായിട്ട് എനിക്ക് വളരണമെന്ന് പറയുന്ന ആൾദൈവത്തിന്റെ ഒരു സംസ്കാരം നമ്മൾ വരും. അപ്പൊ 3 തരത്തിലുള്ള ദാഹം സമൂഹത്തിൽ മനുഷ്യ ചരിത്രത്തിന്റെ ആദ്യകാലം തൊട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. 1 അറിവിന് വേണ്ടിയുള്ള ദാഹം, 2 സമ്പത്തിന് വേണ്ടിയുള്ള ദാഹം, 3 ആദൈവമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളവരെക്കാളും മെച്ചമാണെന്ന് കാണിക്കാനുള്ള ചില രീതികളാണ്. ആ അറിവിന്റെ തലത്തില്, സാങ്കേതിക തലത്തിലുള്ള ഇങ്ങനെയുള്ള അറിവിന്റെ ഒരു ഇതാണ്. ഈ ദാഹത്തിന് മുൻപിലാണ് ദൈവമായ കർത്താവ് നടപടി പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വചനത്തിലൂടെ പൗലോസ്ലീഹായോട് വെളിപ്പെടുത്തി, നിന്റെ കുടുംബവും നീയും രക്ഷപ്പെടാൻ പോകുന്നത് അറിവിന്റെ ദാഹമല്ല, സമ്പത്തിന്റെ ദാഹം കൊണ്ടല്ല. അറിവ് കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നില്ല, സമ്പത്ത് കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നില്ല, ആ ദൈവമായാലും നിന്റെ കുടുംബവും നിന്റെ സമൂഹവും രക്ഷപ്പെടാൻ പോകുന്നില്ല. നടപടി പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ പൗലോസിലൂടെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി, ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് വിൽ ബി സേവ്ഡ്. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്താ ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കുക. അപ്പൊ ആധുനിക മനുഷ്യന്റെ വിശപ്പ് മാറ്റാൻ, ആധുനിക മനുഷ്യന്റെ ദാഹം മാറ്റാനായിട്ട് ദൈവം കൊടുക്കുന്ന ഉത്തരം 1 വചനം, 2 ആധുനിക മനുഷ്യന്റെ വിശപ്പ് മാറ്റാനായിട്ട് ദൈവം നൽകുന്ന മറ്റൊരു ഔഷധം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അപ്പൊ വചനം മാംസമായി മാറുന്ന വിശുദ്ധ കുർബാനയുമാണ് മാനവരാശിയുടെ ദാഹം ശമിപ്പിക്കാൻ, മാനവരാശിയുടെ വിശപ്പ് ശമിപ്പിക്കാൻ ദൈവം നൽകുന്ന പച്ചമരുന്ന്. വചനം മാംസമായി മാറുന്ന വിശുദ്ധ കുർബാന. ബൈബിളിലെ 73 പുസ്തകങ്ങളും ഒന്നിച്ചു രൂപപ്പെടുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധ കുർബാന.
അപ്പൊ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ദാഹാർത്തരെ വരുവിൻ, ജലാശയത്തിങ്കിലേക്ക് വരുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നീ രക്ഷയുടെ കിണറ്റിൽ നിന്നും കോരി കുടിക്കണം. നിന്റെ ദാഹം തീരണമെങ്കിൽ, സമ്പത്തിന് വേണ്ടിയുള്ള ദാഹം, അറിവിന് വേണ്ടിയുള്ള ദാഹം, സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയുള്ള അമിതമായ ദാഹം, ഈ ദാഹം ശമിപ്പിക്കണമെങ്കിൽ യേശു സമറിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, നീ 5 കിണറ്റിൽ നിന്നും മലിനജലം കോരിക്കുടിച്ചതാണ്, 6-ാമത്തെ കിണറ്റിൽ നിന്നുമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കുടിച്ചാൽ നിനക്ക് ഇനിയും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല. എന്നിൽ നിന്ന് കുടിക്കും. ദൈവത്തിന്റെ വചനം, ആധുനിക മനുഷ്യന്റെ നൊമ്പരങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരം, മനുഷ്യന്റെ ദാഹം മാറ്റാൻ ദൈവത്തിന്റെ വചനം. 118-ാം സങ്കീർത്തനം 8-ാമത്തെ വചനത്തിൽ ബൈബിളിന്റെ നടുവചനമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇൻ ഗോഡ് വി ട്രസ്റ്റ്. അമേരിക്കൻ ഡോളറിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കാണത്. അത് അവർ വാക്ക് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്കൻ ഡോളർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇൻ ഗോഡ് വി ട്രസ്റ്റ്. ദൈവത്തിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവത്തിൽ ഞങ്ങൾ, മനുഷ്യനിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് നല്ലത് എന്ന് ബൈബിളിന്റെ നടുക്കത്തെ വചനം 118 8-ാമത്തെ വചനം. അതായത് മനുഷ്യനിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ വിശ്വസിക്കുക. അതുകൊണ്ട് ഈ വചനം പറയുകയാണ്, ഇവിടെയാണ് വചനത്തിന്റെ പൊരുൾ അറിയുന്നവർക്ക് വിശുദ്ധ കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വചനത്തിൽ അടയിരിക്കുന്നവർക്ക് വിശുദ്ധ കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ വചനമുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുക. ഇന്ന് ദാഹിക്കുന്ന മനുഷ്യന്, വിശക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ദൈവം ഇന്ന് അപ്പമായിട്ട് അവതരിക്കുകയാണ്. ദൈവം മനുഷ്യനായി മാറുന്നതാണല്ലോ മനുഷ്യാവതാരം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ വചനം, ലോഗോസ്, വചനം മാംസമായി മാറുന്നു. അത് വചന അവതാരം എന്ന് പറയാം. ഇനി ദൈവം വീണ്ടും മനുഷ്യനായി, മനുഷ്യൻ വീണ്ടും അപ്പമായി മാറി, അപ്പ അവതാരം. അതായത് ഒരു ലോഗോസ് റേഡിയേഷൻ, ഒരു യൂക്കറിസ്റ്റിക് റേഡിയേഷൻ. ആധുനിക മനുഷ്യൻ ഇന്ന് കേരളത്തിൽ 10%, 100-ൽ 10 പേർക്ക് ക്യാൻസറാണ്. 100 പേരെടുത്തു കഴിഞ്ഞാൽ 10 പേർക്ക് ഇന്ന് കേരളത്തിൽ ക്യാൻസറാണ്. 12-13% ആകുമെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്ന ഓങ്കോളജിസ്റ്റുകളൊക്കെ, ക്യാൻസർ വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ തന്നെ 10% കഴിഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അടുത്ത 2020 ആകുമ്പോഴത്തേക്ക് ഒരു 12-13% എത്താനായിട്ട് സാധിക്കും. റേഡിയേഷന്റെ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന്റെ വൈറസുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഇന്ന് ആധുനിക മനുഷ്യന്റെ, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിന്റെ വൈറസും ബാക്ടീരിയാസും മാറ്റുന്നത് 2 തരത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ട്. ഒന്ന് ലോഗോസ് റേഡിയേഷൻ, അവൻ തന്റെ വചനമയച്ച് അവർക്ക് സൗഖ്യം കൊടുക്കുന്നു. 107-ാം സങ്കീർത്തനം 20-ാമത്തെ വചനം, അവൻ തന്റെ വചനമയച്ച് അവർക്ക് സൗഖ്യം കൊടുക്കുന്നു. 119-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വചനത്തിൽ ചോദിക്കുകയാണ്, ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി തന്റെ മുഖം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും, എങ്ങനെ സുന്ദരനാകാൻ പറ്റും, എങ്ങനെ സുന്ദരിയാകാൻ പറ്റും? ദൈവത്തിന്റെ വചനം ചോദിക്കുന്ന, അതിന് കൊടുക്കുന്ന ഉത്തരം തൊട്ടടുത്ത വചനത്തിൽ പറയുകയാണ്. 10 വചനത്തിൽ പറയാണ്, ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ സുന്ദരനാകും, സുന്ദരിയാകും. അപ്പോൾ ആധുനിക മനുഷ്യനോട് ദൈവം തമ്പുരാൻ പറയുകയാണ്, കോസ്മെറ്റിക്സ് കൊണ്ട് നിനക്കൊരിക്കലും സുന്ദരാകാൻ. ബ്യൂട്ടി ഈസ് നോട്ട് ഇൻ അവർ ഫേസ്, ബ്യൂട്ടി ഈസ് ഇൻ അവർ ഹാർട്ട്സ്. ബ്യൂട്ടി ഈസ് നോട്ട് ഇൻ അവർ ഫേസ്, ബട്ട് ബ്യൂട്ടി ഈസ് ഇൻ അവർ ഹാർട്ട്സ്. സൗന്ദര്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ അറിവാണ്, അഗ്നിയാണ്. അറിവ് പോലൊരു അഴക് ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അഴകെന്ന് പറയുന്നത് അറിവാണ്. പഞ്ചഭൂതങ്ങളിൽ വെള്ളത്തെ മലിനമാക്കാം, വായുവിനെ മലിനമാക്കാം, അന്തരീക്ഷത്തെ മലിനമാക്കാം, എന്നാൽ അഗ്നിയെ മലിനമാക്കാൻ പറ്റില്ല. അറിവ് അഗ്നിയാണ്, അറിവ് അഗ്നിയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം ഉള്ളിൽ നിറയുന്ന അവസരത്തിലാണ് ഈ ദാഹം, മനുഷ്യന്റെ ദാഹം ശമിക്കണമെങ്കിൽ വചനം കടന്നു വരുമ്പോഴാണ്. 15-ാം നമ്മൾ കണ്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനം പറയുന്നത് പോലെ, ഞാൻ പറഞ്ഞ വചനം നിങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. വചനം മൂലം ശുദ്ധീകരിക്കുന്നു. വിജ്ഞാന പുസ്തകം 16-12 വീണ്ടും സൂചിപ്പിക്കുകയാണ്, മരുന്നോ ലേപനൌഷധവും അല്ല മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. വീണ്ടും നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 12:24 സൂചിപ്പിക്കുന്നത് പോലെ ആധുനിക മനുഷ്യന് പറ്റിയ തെറ്റിനെ പറ്റി അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ വചനമോ അവിടുത്തെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. ദൈവത്തിന്റെ വചനമോ അവിടുത്തെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. ഇന്ന് ഈ വചനം മാംസമായി മാറിയ 73 പുസ്തകങ്ങൾ ഇന്ന് പറയുന്നത് ദിവ്യകാരുണ്യത്തിലേക്കാണ്. അതുകൊണ്ട് വചനത്തിന്റെ മുമ്പിൽ
പോയിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒരു കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ ഈ പരിശുദ്ധ കുർബാനയിൽ ഇരിപ്പുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ തന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു. വചനത്തിന്റെ പൊരുളറിയുമ്പോഴാണ് വിശുദ്ധ കുർബാന ഒരു ശക്തിയാണെന്നും വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ പാഠശാല ഈ വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന മാനസാന്തരത്തിന്റെ മരുന്നാണ്. വിശുദ്ധ കുർബാന മാനസാന്തരത്തിന്റെ മന്ത്രമാണ്. വിശുദ്ധ കുർബാന മാനസാന്തരത്തിന്റെ മന്നയാണ്. മരുന്നാണ്, മന്നയാണ്, മന്ത്രമാണ് വിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 23 വർഷം പൗരോഹിത്യ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ വചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ സൗഖ്യം കിട്ടുന്നുള്ള വലിയ ഒരു സത്യം തിരിച്ചറിയുക. മരിച്ചവരെ ഉയർപ്പിക്കുക മാത്രം സാധിച്ചിട്ടില്ല എന്നൊരു സത്യം അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അഥവാ അല്ലാത്ത ഒരുപാട് മേഖലകളില്, രോഗങ്ങളിൽ, അപകടങ്ങളിൽ, അസ്വസ്ഥകളിൽ നിന്നെല്ലാം വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന സൗഖ്യം നമ്മൾ കാണുക. ഈ കഴിഞ്ഞ ദിവസം ടോം ഉഴുന്നാലച്ചൻ പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു പോകുന്ന അവസരത്തിൽ വണ്ടിയുടെ ഡിക്കിയിലേക്ക് കൊണ്ട് എടുത്തിടുകയാണ്. അവിടെ എടുത്തിട്ട കൂടത്തിൽ അവസാനം മറ്റെന്തോ ഒരു സാധനം കൂടെ കൊണ്ടയിട്ടു. ആ കൊണ്ടയിട്ടെന്ന് പറഞ്ഞ ഒരു സക്രാരിയായിരുന്നു. അപ്പൊ ആ സക്രാരിയിൽ ഇദ്ദേഹം ഉടനെ കൈ കെട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ഈ കൈ കൊണ്ട് ഈ സക്രാരിയുടെ താഴ്ഭാഗത്ത് തപ്പി നോക്കി. അപ്പൊ അവിടെ ഒന്നോ രണ്ടോ അതായത് വിശുദ്ധ കുർബാന ഇരിപ്പുണ്ടാണ്. ഈ വിശുദ്ധ കുർബാന എടുത്ത് ഭക്ഷിച്ചു എന്ന് ടോം ഉഴുന്നാലച്ചൻ പറയാം. അദ്ദേഹം പറയുകയാണ്, ഈ വിശുദ്ധ കുർബാന എന്റെ കയ്യിലുണ്ട്, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെ കൊല്ലുകയില്ല. കാരണം ഈ വിശുദ്ധ കുർബാന ഇന്ന് ആധുനിക മനുഷ്യന്റെ എല്ലാ രോഗങ്ങൾക്കും നൊമ്പരങ്ങൾക്കും ദൈവം നൽകുന്ന മരുന്നാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാഹാർത്തരെ വരുവിൻ, ജലാശയത്തെങ്കിലേക്ക് വരുവിൻ. ഇന്ന് മാനസിക രോഗങ്ങൾ മാറുന്നു, തീരാ വ്യാധികൾ മാറുന്നു. ദൈവം തമ്പുരാൻ തന്റെ പ്രിയപുത്രന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് നമ്മളെ വിളിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ ഒരുപാട് ജീവിതത്തിന്റെ വിവിധ മേഖലയിൽ ഇരിക്കുന്ന പല വ്യക്തികളുമുണ്ട്. എത്ര പേരിന്ന് മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുന്നു എന്നൊരു ആത്മശോധനയ്ക്കുള്ള സമയമാണ്. നമ്മുടെ കൊച്ചിന്റെ പരീക്ഷ 1:30 1:45 കൃത്യസമയത്ത് നമ്മൾ അവിടെ ആ കൊച്ചിനെ കൊണ്ടുപോയി. ഓപ്പറേഷൻ ഡോക്ടറുടെ ഡേറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് നമ്മൾ ആ ഡേറ്റിൽ കൃത്യസമയത്ത് ചെല്ലും. എന്തേ? വിശുദ്ധ കുർബാന ദൈവം തന്റെ പ്രിയപുത്രന്റെ തിരുശരീര രക്തങ്ങൾ വിളമ്പിക്കൊണ്ട് ഇത് ഭക്ഷിക്കുവിൻ, അത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമുണ്ടായിട്ടുണ്ടാകാനും വചനം ഭക്ഷിക്കുവിൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു പറയുമ്പോൾ അതിനോട് പുച്ഛിച്ചു നിൽക്കുന്ന, അതിനെ തള്ളിക്കളയുന്ന ഒരുപാട് ജീവിതങ്ങൾ കാണും. കുടുംബ ജീവിതത്തെ കൂട്ടിവെച്ചിരിക്കുന്ന കുർബാനയാണ്. പൗരോഹിത്യ ജീവിതത്തെ താങ്ങി നിർത്തുന്ന കുർബാനയാണ്. സന്യാസ സമർപ്പണത്തിന്റെ തായ്വേര് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് ഈ 3 ജീവിതാവസ്ഥകളും ഏതെങ്കിലും ഒരു കുടുംബം, ദൈവം കൂട്ടിവെച്ച കുടുംബം വിശുദ്ധ കുർബാന എന്ന് പിൻവലിഞ്ഞോ അന്ന് തൊട്ട് ആ കുടുംബത്തിന്റെ അടിത്തറ ഇളകി. നമുക്കറിയാൻ സാധിക്കും, ഈ കാഞ്ഞിരപ്പള്ളി പ്രദേശം എന്ന് പറയുന്ന ഒരുപാട് പരമ്പരാഗത ക്രിസ്ത്യാനികളുടെ നാടായിരുന്നു. ഇന്ന് ആ പല കുടുംബങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അത് ക്ഷയിച്ച് നശിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, തമ്പുരാനെ തഴഞ്ഞ തറവാടുകളൊക്കെ നശിച്ചു. തമ്പുരാനെ തഴഞ്ഞ തറവാടുകൾ നശിച്ചു, നശിക്കുന്നു, ഇനിയും നശിക്കും. 2, തമ്പുരാനെ തഴഞ്ഞ തറവാടുകളിലൊക്കെ താന്തോന്നികൾ ജനിച്ചു. താന്തോന്നികൾ ജനിച്ചതിന്റെ കാരണം, തമ്പുരാനെ തഴഞ്ഞ തറവാടുകളിൽ താന്തോന്നികൾ ജനിച്ചു, അവർ തറവാട് നശിപ്പിച്ചു. ഇനി 3ാമതായിട്ട്, തമ്പുരാനെ തഴഞ്ഞ തറവാടുകളിലാണ്, അതായത് സംഭവിച്ച കുടുംബങ്ങളിലാണ് തലമുറകൾ നശിച്ചത്. തലമുറകൾ നശിച്ചു, താന്തോന്നികൾ ജനിച്ചു, തറവാട് നശിച്ചത് ദൈവം തമ്പുരാനെ അതായത് തിരസ്കരിച്ചതിനെയാണ്. വചനത്തിൽ നിന്ന് വിടിവിട്ടു, കുർബാനയിൽ നിന്ന് വിടിവിട്ട ഓരോ കുടുംബവും നോക്കിക്കോ. അതായത് പൗരോഹിത്യ ജീവിതത്തിന്റെ അടിത്തറയാണ്. എന്നൊരു പുരോഹിതൻ വിശുദ്ധ കുർബാനയുള്ള ബന്ധം വിച്ഛേദിക്കുന്നുവോ അന്ന് ആ പുരോഹിതന്റെ ജീവിതവും തീരുകയാണ്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പറഞ്ഞത്, പുരോഹിതനോട് പറയുന്നുണ്ട്, അതായത് നീ വിജ്ഞാനം തിരസ്കരിച്ചത് കൊണ്ട് നിന്നെ ഞാൻ എന്റെ പുരോഹിത സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്. നീ വിജ്ഞാനം തിരസ്കരിച്ചത് കൊണ്ട്, ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ മാറ്റുകയാണ്. വീണ്ടും മലാക്കി പ്രവാചകനോട് ദൈവമായ കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ എന്റെ ബലിപീഠത്തെ നിസ്സാരമാക്കി കളഞ്ഞു. ഞാൻ അപ്പനെങ്കിൽ അപ്പനുള്ള ബഹുമാനം എവിടെ? നിങ്ങൾ മക്കളാണെങ്കിൽ അപ്പനോടുള്ള ബഹുമാനം എവിടെ? വചനത്തെ തിരസ്കരിച്ച, വിശുദ്ധ കുർബാനയിൽ പറന്നുപോയ, അകന്നുപോയ ഒറ്റ ജീവിതവും പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ജീവിതത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ്. അതുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ ആനന്ദമാണ്. അപ്പൊ മനുഷ്യന് ആനന്ദം ലഭിക്കാൻ വേണ്ടി ഭൗതിക വസ്തുക്കളിലേക്ക് പിന്നാലെ പോകുന്ന ഒരു വരക്കമ്പ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നമ്മൾ കാണുന്നുണ്ട്, ലൂക്കാ സുവിശേഷം 12:15 ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ട് ധന്യമാവില്ല. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ട് ധന്യമാവില്ല. സമ്പത്തല്ല ദൈവം, ദൈവമാണ് സമ്പത്ത്.
ദൈവമാണ് സമ്മതി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഈ ചെറുവോസ്തിയിൽ ചെറുതായി വരുന്നെങ്കിൽ ഈ അപ്പത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ദൈവമേ ഇവിടെ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, കൊടുത്തു കൊടുത്ത് സംതൃപ്തി അടയുക മാത്രമേ ഉള്ളൂ, ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ജീവിതമാണെന്ന്. ഇഹത്തിലെ ധനം സുഖം കഴിവും ആഭിജാത്യവും വഹിച്ചുകൊണ്ട് പോകയില്ല മർത്യനന്ത്യ യാത്രയിൽ, ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണതിൽ, കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഈ ഭൂമിയിൽ ഏറിയാൽ 70 വർഷം അല്ലെങ്കിൽ കൂടിയാൽ 80 വർഷം, അതാണ് ദൈവം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. ഏറിയാൽ 70. കേരളത്തിലെ ആണുങ്ങളൊക്കെ മരിക്കുന്ന 70-79 സ്ത്രീകൾ മരിക്കുന്ന 80-89 ഏറിയാൽ 70 അല്ലെങ്കിൽ 80. അതുകൊണ്ട് ഈ കൺവെൻഷനിൽ കൂടുന്നവരെല്ലാവരും മൊബൈൽ ഫോൺ എടുത്തിട്ടൊന്ന് കണക്ക് കൂട്ടി നോക്കണം, എനിക്ക് എത്ര നാളുകൾ കൂടി ഉണ്ടെന്ന്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80. അതുകൊണ്ട് കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഒന്നും കൊണ്ടുവന്നിട്ടില്ല, കൊടുത്തു പോകുന്നതിന്റെ സമ്പന്നത. അമോറിസ് ലെറ്റീസിയയിൽ മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത് പോലെ കൊടുക്കുന്നതിന്റെ ഒരു കുലീനത്വം, കൊടുക്കുന്നതിന്റെ ഒരു ഉദാരത, അത് പഠിക്കണമെന്ന് പറഞ്ഞു. വിശുദ്ധ കുർബാന നമ്മുടെയൊക്കെ നാവിന്റെ തുമ്പത്തിൽ രുചിയായി മാറുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിൽ മുമ്പിൽ നിനക്കെങ്ങനെ പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റും? സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കയറി ചെന്ന കർത്താവിനെ കണ്ടുകൊണ്ട് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞ കമന്റ് എന്താണ്? ഇവൻ ഒരു മഹാപാവിയുടെ വീട്ടിൽ കയറിയിരിക്കുന്ന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവം തമ്പുരാൻ ഈ പാവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവമേ 1-ന് 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുത്തുകൊള്ളാമെന്ന്, അക്രമത്തിലൂടെ പിടിച്ചെടുത്തതും അഴിമതിയിലൂടെ പിടിച്ചെടുത്തതും ഒന്നും ജീവിതത്തിൽ ഉപകരിക്കില്ല എന്ന് പ്രഭാഷകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നു. അതായത് പാപരഹിതമെങ്കിൽ സമ്പത്ത് നല്ലതാണ്. അമോറിസ് ലെറ്റീസിയയിൽ മാർപ്പാപ്പ വീണ്ടും സൂചിപ്പിക്കുകയാണ്, രക്തം വീണ പൈസ, അതോടെ കണ്ണുനീര് വീണ പൈസ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുമെന്ന്. രക്തം വീണ പൈസ, രക്തക്കണ്ണുനീര് വീണ പൈസ, സമ്പത്ത് കുടുംബത്തിന്റെ അടിത്തറ ഇളക്കിക്കളയുമെന്ന് വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകിയ. ഒരുപാട് കുടുംബങ്ങളുടെ അടിത്തറ ഇളകിപ്പോയത് ഈ രക്തക്കണ്ണുനീരാ. 56-ാം സങ്കീർത്തനം 8-ാമത്തെ വചനം, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്റെ കണ്ണുനീരിന് ദൈവം കൊടുക്കുന്ന ഉത്തരവാണ് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ കുർബാന. ഇസ്രായേൽ ജന വേദനയിലും കഷ്ടപ്പാടിലും നൊമ്പരത്തിലും കഴിയുന്ന അവസരത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ കണ്ണുനീര് കണ്ട് ഇറങ്ങിച്ചെന്ന ദൈവം, അവിടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ ഇറങ്ങിച്ചെന്ന ദൈവം നമ്മൾ മോശയുടെ നേതൃത്വത്തിൽ അവരെ വിമോചിപ്പിക്കുകയാണ്. അങ്ങനെ മോചിപ്പിക്കുന്ന ദൈവം നമ്മൾ ചോദിക്കുന്നുണ്ട്, യാവയാണ്. എന്താ യാവ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആയിത്തീരുന്നവൻ യാവേ. അപ്പൊ ദൈവം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആയിത്തീരുന്നവൻ. അപ്പൊ ദൈവം സ്നേഹമാണെങ്കിൽ അപ്പൊ ആരാണ് എന്നെ സംബന്ധിച്ച് എന്റെ ദൈവം എന്ന് ചോദിക്കുന്നത്? ഗോഡ് ഈസ് മൈ കപ്പാസിറ്റി ടു ലവ്. ദൈവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ സ്നേഹിക്കാനുള്ള കഴിവാണ്. ഡു യു ബിലീവ് ഇൻ ഗോഡ്? ഡു യു ഹാവ് ദ കപ്പാസിറ്റി ടു ലവ്? എന്നെ സംബന്ധിച്ച് എന്റെ ദൈവം എന്ന് പറയുന്നത് എന്റെ സ്നേഹിക്കാനുള്ള കഴിവാണ്. അപ്പൊ മനുഷ്യന്റെ കണ്ണുനീരിന് ദൈവം കൊടുക്കുന്ന ഉത്തരവാണ് വിശുദ്ധ കുർബാനയെങ്കിൽ, ഈ വിശുദ്ധ കുർബാന മുമ്പിലിരിക്കുന്ന ഓരോ മനുഷ്യനും തിരിച്ചറിയും, നാവിന്റെ തുമ്പത്ത് രുചിയായി മാറുന്ന തമ്പുരാന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് ദൈവമേ അങ്ങേക്കെതിരായി രക്തക്കണ്ണുനീര് വീണ പണവും സമ്പത്തും എന്റെ കുടുംബത്തെ നശിപ്പിച്ചു എന്നുള്ള തിരിച്ചറിവ്. അങ്ങനെയാണ് വിശുദ്ധ കുർബാന മാനസാന്തരത്തിന്റെ മന്നയായി മാറുന്നത്. അത്യാഗ്രഹത്തിനുള്ള മനുഷ്യന്റെ അത്യാഗ്രഹത്തിനുള്ള ദൈവം തമ്പുരാന്റെ ഉത്തരവാണ് വിശുദ്ധ കുർബാന. സ്വയം ശൂന്യമാക്കിക്കൊണ്ട് മനുഷ്യനായി തീർന്ന അവിടുന്ന് അപ്പമായി അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഊർജമാണ്. ഊർജം നൽകുന്ന എന്തോ അതാണ് അപ്പം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ നാവിൽ ഊർജമായി മാറുന്ന തമ്പുരാൻ നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അന്യായമായി പിടിച്ചെടുത്തതൊക്കെ ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരും. പാപത്തിന്റെയും രക്തത്തിന്റെയും കണ്ണുനീര് വീണതൊന്നും ആർക്കും അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ള പരമസത്യം ദിവ്യകാരുണ്യമാകുന്ന പാഠശാലയിൽ കുത്തിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പട്ടി കുത്തിയിരിക്കുന്നതല്ല, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കുത്തിയിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഈ വചനം മുഴുവൻ നമ്മോട് വിളിച്ചു പറയുകയാണ്. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ദിവ്യകാരുണ്യ സന്നിധിയാണ് ഈ ദൈവത്താൽ പഠിപ്പിക്കപ്പെടുക എന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വചനത്തിൽ പറയുന്നു. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. അതുകൊണ്ട് അൾത്താരയിൽ നിന്ന് വിളിച്ചു പറയുന്ന ശബ്ദമാണ് ഈ വിശുദ്ധ കുർബാന. അൾത്താരയിൽ നിന്ന് വിളിച്ചു പറയുന്ന ശബ്ദമാണ്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, ചെവി തുറന്ന് വായടച്ച് ചെവി തുറന്നാൽ വിശുദ്ധ കുർബാനയിൽ നിന്ന് സംസാരിക്കുന്നത് കേൾക്കാം. ഈ രക്തക്കണ്ണുനീര് വീണ സമ്പത്തും പണവും ഒന്നും നിനക്കൊന്നും ഉതകാൻ പോകുന്നില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തല്. സമ്പത്ത് ദൈവമല്ല, ദൈവമാണ് സമ്പത്ത്. അത്യാഗ്രഹത്തിന്റെ പിന്നെയുള്ള നിന്റെ ദാഹമാണ് നിന്റെ കുടുംബത്തെ ഇന്ന് തകർത്തതെന്ന് എത്രയോ ജീവിതങ്ങളാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ
മനുഷ്യ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ദാഹിച്ചുകൊണ്ട് മനുഷ്യൻ കഴിയുകയാണ്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിശപ്പും ദാഹവും സഹിക്കുന്ന മനുഷ്യനാണ്. മറ്റൊരു വിശപ്പ് എന്ന് പറയുന്നത് മനുഷ്യ വ്യക്തിക്ക് മറ്റുള്ളവരെക്കാളും മെച്ചമാകാൻ ശ്രമിക്കുന്ന ഒരു അഹങ്കാരത്തിന്റെ വിഷം. അപ്പൊ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, അതായത് മനുഷ്യ മനസ്സിലെ, മനുഷ്യ ഹൃദയത്തിലെ വിഷം വലിച്ചെടുക്കുന്ന വിഷക്കല്ല, ദിവ്യകാരുണ്യ ഒരു വിഷക്കല്ല, മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മലിനതകളെയും വിഷത്തെയും വലിച്ചെടുക്കാനുള്ള ഒരു ആയുധമാണ്, ഔഷധമാണ് വിശുദ്ധ കുർബാന. ഇന്ന് ആൾദൈവമാകാൻ പരിശ്രമിക്കുന്ന മനുഷ്യൻ, സഹോദരങ്ങളുമായിട്ടുള്ള മത്സരം നടത്തുന്നവര്, ബന്ധുക്കളുമായി മത്സരം നടത്തുന്നവര്, സ്ഥാപനങ്ങളിൽ മത്സരം നടത്തുന്നവരൊക്കെ ഓർക്കേണ്ട ഒരു തിരിച്ചറിവുണ്ട്. മനുഷ്യന്റെ അഹന്തയ്ക്കെതിരെയുള്ള ദൈവത്തിന്റെ ആയുധമാണ് വിശുദ്ധ കുർബാന. മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ അടിവേര് വെട്ടുന്നതാണ് വിശുദ്ധ കുർബാന. ചെറുതായി അപ്പത്തോളം ചെറുതായവന്റെ സൗന്ദര്യമാണ് വിശുദ്ധ കുർബാന. ചെറുതാകലിന്റെ സൗന്ദര്യമാണ് വിശുദ്ധ കുർബാന. മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്ന് കാണിക്കാനുള്ള വിച്ചത്തരങ്ങൾ കാണിക്കുന്ന ഓരോ മനുഷ്യനെയും ദിവ്യകാരുണ്യം ഓർമ്മപ്പെടുത്തുന്നു. ആരെയും ചെറുതാക്കുന്നതല്ല ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്, ചെറുതാക്കുന്നതല്ല. മനസ്സ് വളർന്നവരുടെ ശിരസ് താഴും. അതെ, ജ്ഞാനഭാരത്താൽ ശിരസ് താഴും, ബലഭാരത്താൽ വൃക്ഷങ്ങൾ താഴും, ഘനഭാരത്താൽ മേഘങ്ങൾ താഴും, മനസ്സ് വളർന്നവരുടെ ശിരസ് താഴും. അതുകൊണ്ട് വിശുദ്ധ കുർബാന മുമ്പിലിരിക്കുമ്പം ചെറുതാകലിന്റെ ഒരു സൗന്ദര്യം, ആരെയും ചെറുതാക്കുന്നതല്ല, ചെറുതാകുന്നതാണ് വിശുദ്ധ കുർബാന. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ പാഠശാല വിശുദ്ധ കുർബാനയായി മാറുന്നത്. അപ്പൊ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്നാൽ മാറാതിരിക്കാൻ പറ്റുമോ? അഹങ്കാരി എവിടെ? അധികാരത്തോടുള്ള ആസക്തിയുള്ളവരെവിടെ? അവർക്കങ്ങനെ വിശുദ്ധ കുർബാന മുമ്പിൽ പോയി ഇരിക്കാൻ പറ്റും? സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അഹങ്കാരിയുടെ ഭവനം ഞാൻ തകർത്ത് കളയും. ചരിത്രമാണ്, സത്യമാണ്, സയൻസാണ്. അഹങ്കാരിയുടെ ഭവനം ഞാൻ തകർത്ത് കളയും. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനത്തെ സൂചിപ്പിക്കുകയാണ്, അഹങ്കാരിയുടെ പ്രാർത്ഥന എനിക്ക് വെറുപ്പാണ്. അഹങ്കാരിയുടെ പ്രാർത്ഥന എനിക്ക് വെറുപ്പാണ്. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ ഞാൻ എന്റെ ചെവി ഓർക്കും. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ ഞാൻ എന്റെ ചെവി ഓർക്കും. നിഷ്കളങ്കന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിക്കും. അഹങ്കാരിയുടെ പ്രാർത്ഥന കേൾക്കുന്നത് എനിക്ക് വെറുപ്പാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ യുഗത്തിന്റെ അഹങ്കാരി എവിടെ? ഈ യുഗത്തിന്റെ അധികാരി എവിടെ? ദൈവം ചെറുതായി അപ്പമായി തീരുന്ന ഈ ചെറുതാകലിന്റെ സൗന്ദര്യത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യനും അഹങ്കാരത്തിന്റെ സകല ജാടകളും ഇല്ലാതാക്കി കളയുന്ന, ഭസ്മീകരിച്ചു കളയുന്ന വിശുദ്ധ കുർബാനയാകുന്ന അടുപ്പിലേക്ക് നമ്മുടെ ജീവിതമാകുന്ന വിറക് കമ്പ് വെച്ചു കൊടുക്കുമ്പോൾ അഗ്നിയായി ശുദ്ധീകരിക്കപ്പെടുന്ന നിമിഷമാണ്. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് പല വിധത്തിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചാൽ പാവവിഷത്തിനുള്ള പരമമായ ഔഷധം വിശുദ്ധ കുർബാനയാണ്. അപ്പൊ മനുഷ്യന്റെ സന്തോഷം കിട്ടുന്ന വിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ ആനന്ദമാണ്. അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ദൈവം സ്നേഹമാണെങ്കിൽ ഈ സ്നേഹമായ തമ്പുരാനോട് ചേർന്നിരിക്കാതെ മനുഷ്യൻ ഒരിക്കലും സമാധാനവും സ്വസ്ഥതയും കിട്ടില്ലെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഈ ഭൂമിയിൽ എത്രയെത്ര വ്യക്തികളായി ഏതെല്ലാം വഴിയിലൂടെ കടന്നുപോയാലും, സമ്പന്നതയുടെ അത്യുന്നതിയിലെത്തിയാലും, ആ ദൈവത്തിന്റെ ഉന്നതിയിലെത്തിയാലും, സാങ്കേതിക വിദ്യകളുടെ ഏതെല്ലാം മേഖലയിലെത്തിയാലും, ദൈവം നൽകുന്ന സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ നിനക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 11-ാമത്തെ വചനത്തിൽ പറയുകയാണ്. ഞാൻ ഈ വചനം പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ നിലനിൽക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനാണ്. എന്തിനാണ് വചനം പറയുന്നത്? അപ്പോൾ ദൈവത്തിന്റെ വചനം എന്താണ്? മനുഷ്യന് സന്തോഷം കിട്ടാനാണ്. യോഹന്നാൻ 10:10 ആ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായിട്ടുണ്ടാകാനും, ഫുൾനെസ് ഓഫ് ലൈഫ്, ജീവന്റെ പൂർണ്ണത കിട്ടുന്നത് വചനത്തിന്റെ നിറവിലാണ്. അതുകൊണ്ടാണ് വചനം അറിയാത്തത് കൊണ്ടാണ് തെറ്റുപറ്റെന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ സന്തോഷം, ആനന്ദം കെടുത്തിക്കളയുന്ന പഞ്ചവിഷങ്ങളിൽ ആദ്യത്തെ വിഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിനെ ഡിലീറ്റ് ചെയ്യുന്ന, അതായത് ഒരു ആന്റി വൈറസാ. ശരിക്കും പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് ഈശോ ഒറ്റ പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളൂ. മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ അടിവേര് വെട്ടുന്ന ആദ്യത്തെ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ. സ്വർഗസ്ഥനായ എന്റെ പിതാവ് എന്നല്ല വിളിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഇനി നിന്റെ നാമമല്ല, എന്റെ പേരല്ല, നിന്റെ നാമം പൂജിതമാകണം. ഇനി അതുമല്ല, നിന്റെ രാജ്യം. എന്താ നിന്റെ രാജ്യം? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം. നമ്മൾ കാണുന്ന റോമാലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയാണ്, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്
ദൈവരാജ്യം. അപ്പൊ ദൈവമേ നിന്റെ രാജ്യം വരണം, എന്റെ രാജ്യമല്ല. അഹങ്കാരി ആഗ്രഹിക്കുന്ന എന്താണ്? ആ ദൈവമാകാൻ ശ്രമിക്കുന്നു. എന്റെ രാജ്യം വരണം, ഞാൻ പറയുന്നത് കേൾക്കണം. ഐ ആം ദ സ്റ്റേറ്റ്, ഐ ആം ദ ലോ, ഐ ആം ദ മെഷർ, ഐ ആം ദ മെഷർ ഓഫ് എവറിത്തിങ്. ഏതെങ്കിലും കുടുംബത്തിൽ സമാധാനമുണ്ടോ? ഒരു കുടുംബത്തിൽ ഭാര്യയെ പുല്ലുവില പോലും കൽപ്പിക്കാത്ത, മക്കൾക്ക് വില കൊടുക്കാത്ത, ഞാനാണ് ഈ കുടുംബത്തിന്റെ ഹെഡ് എന്നും പറഞ്ഞ് മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാത്ത ഏതെങ്കിലും കുടുംബത്തിൽ അഹങ്കാരിയുടെ കുടുംബം തകരും. നാളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിന്റെ ആഭരണങ്ങൾ എടുത്ത് തന്നിഷ്ടം പോലെ പെരുമാറും. കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുക്കില്ല. അഹങ്കാരിയുടെ ഭവനം തകർന്നിരിക്കുന്നു. ചരിത്രമാണ്, സത്യമാണ്. അതുകൊണ്ടാണ് ഡാനിയേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞത് 10-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ ഡാനിയേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഡാനിയേലേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ പ്രാർത്ഥന ഞാൻ എന്നാ കേൾക്കാൻ തുടങ്ങിയെന്നറിയോ? ശരിയായി അറിയുന്നതിന്. നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തിയ ദിവസം തൊട്ടാണ് നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. ശരിയായി അറിയുന്നതിന് തമ്പുരാന്റെ മുമ്പിൽ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തിയ ദിവസം തൊട്ടാണ് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 47:10 വീണ്ടും സൂചിപ്പിക്കുകയാണ്, നിന്റെ ജ്ഞാനവും അറിവും നിന്നെ വഴിതെറ്റിച്ചു, നീയല്ല എന്ന് അഹങ്കരിച്ചു. മനുഷ്യന്റെ സന്തോഷം കെടുത്തുന്നത് ഒന്നാമത്തെ വിഷം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ അഹങ്കാരമാണ്, സെൽഫ് വില്ലാണ്. ദൈവകൃപ നഷ്ടപ്പെടുന്നതാണ്. അഹങ്കാരിക്ക് ആത്മീയതയില്ല, അഹങ്കാരിക്ക് അഭിഷേകമില്ല, അഹങ്കാരിക്ക് ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവില്ല. ശ്രദ്ധിച്ചു നോക്കിക്കോ, സന്യാസ സമൂഹങ്ങൾ തകർന്നത്, പൗരോഹിത്യ മേഖലയിൽ തകർന്നത്, കുടുംബത്തിൽ തകർന്നത് അഹങ്കാരിയായ പുരോഹിതൻ അറപ്പുളവാക്കുന്ന സന്ദേശമാണ് ഈ കാലഘട്ടത്തിൽ. അഹങ്കാരിയായ സന്യാസ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരും അല്ലാത്തവരും അഹങ്കാരി എന്ന് പറഞ്ഞ കാലഘട്ടത്തിന്റെ അറപ്പാണ്. അഹങ്കാരിയായ ഭാര്യയും അഹങ്കാരിയായ ഭർത്താവും ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ്. അതുകൊണ്ട് ഒന്നാമത്തെ വിഷം, മനുഷ്യന്റെ സന്തോഷം കെടുത്തുന്ന ഒന്നാമത്തെ വിഷം അഹങ്കാരിയാണ്, അഹങ്കാരമാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത് ഹ്യൂമിലിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ വെർച്യൂസ്. ഇന്ന് വിനയം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പുച്ഛമായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട്. എന്നാൽ വചനം സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഹ്യൂമിലിറ്റി ഈസ് ട്രൂത്ത്. സത്യത്തെ അംഗീകരിക്കുക. സത്യത്തിന് ഭാവങ്ങളില്ല, ഭാവിക്കുന്നതൊന്നും സത്യമല്ല, സത്യത്തിൽ അഭിനയമില്ല. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഈ വിഷമാണ് വിശുദ്ധ കുർബാനയിലൂടെ വലിച്ചെടുക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കേണ്ടത്. ദൈവമേ, എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന അഹങ്കാരത്തിന്റെ വിഷം ആവഹിച്ചെടുക്കണമേ. ഇവിടെയാണ് വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ പ്രസക്തി വരിക. ആരാധന എന്ന് പറയുന്നത്, അതായത് വിശുദ്ധ കുർബാനയുടെ മുമ്പിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആവഹിച്ചെടുക്കുകയാണ്. എന്ത്? സുവിശേഷ മൂല്യം. ദൈവം കരുണയാണ്. ദൈവത്തിന്റെ മറ്റൊരു പേര് കരുണയാണ്. ദൈവത്തിന്റെ കരുതലാണ് വിശുദ്ധ കുർബാന. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച പിതാവായ ദൈവത്തിന്റെ കരുതലാണ് പുത്രൻ. പിതാവായ ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. കരുണയും കരുതലും കാവലുമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പൊ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷ മൂല്യങ്ങൾ ആവഹിച്ചെടുക്കുക, രക്ഷയുടെ കിണറ്റിൽ നിന്നും കോരിക്കുടിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12:3 നീ രക്ഷയുടെ കിണറ്റിൽ നിന്നും കോരിക്കുടിക്കണം. വീണ്ടും യെരമ്യാസ് പ്രവാചകനോട് നമ്മൾ വായിച്ചു 2-ാം അധ്യായത്തിൽ 22-23 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, എന്റെ ജനത്തിന് 2 തെറ്റുപറ്റി. ഒന്ന്, അവർക്ക് പറ്റിയ ഒന്നാമത്തെ അബദ്ധം എന്ന് പറയുന്നത് അവര് ജീവജലത്തിന്റെ ഉറവിടത്തിൽ നിന്ന് അകന്നുപോയി. 2, ശുദ്ധജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു, സമ്പത്തിൽ കുഴിച്ചു, ആദൈവങ്ങളിൽ കുഴിച്ചു, സാങ്കേതികളിൽ കുഴിച്ചു, എങ്ങും കിട്ടിയില്ല. അവൻ തിരിച്ചറിയുന്നു, എല്ലാം കൈവിട്ട ശേഷമാണ് മനുഷ്യനെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ഒരു സത്യം. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നുള്ള പ്രാർത്ഥനയിൽ ആദ്യം നടക്കേണ്ടത് ഈ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആവഹിച്ചെടുക്കുക. ദൈവമേ, ഈ കരുണയുടെയും കാരുണ്യത്തിന്റെയും, അതാണ് യൂക്കറിസ്റ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരിക്കുക എന്ന് പറഞ്ഞാൽ വചനം മാംസമായി മാറിയ ദിവ്യകാരുണ്യത്തിന്റെ റേഡിയേഷനാണ്. അവിടെയാണ് ആ ബാക്ടീരിയാസും വൈറസും പോകും. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ സ്ഥാനമില്ല. ദൈവമേ, എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാതെ അവിടെ പോയി ഇരുന്നത് കൊണ്ട് ആരാധിച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന വിശുദ്ധരുടെ തിരിശേഷിപ്പല്ല, വന്നു വണങ്ങി കണ്ടു പോകാനുള്ളതല്ല. അറിവുണ്ടെന്ന് നടിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. 1-ാം കൊരിന്ത്യർ 8-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അറിവുണ്ടെന്ന് നടിക്കുന്ന നമ്മൾ അറിയുന്നില്ല. വിശുദ്ധരുടെ തിരിശേഷിപ്പല്ലിത്. ഇത് ദൈവം തമ്പുരാനാണ്. ദൈവം മനുഷ്യനായി അവതരിപ്പിച്ചാണ്. കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരത്വങ്ങളാണ്. അഹന്തമുറ്റിയ മനുഷ്യന്, ആത്മീയത ഇല്ലാത്ത മനുഷ്യന് ഈ വിശുദ്ധ കുർബാന മുമ്പിൽ ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് അഹങ്കാരി എവിടെ, ആത്മീയത എവിടെ? അഹങ്കാരിയിൽ ആത്മീയതയില്ല,
അഹങ്കാരിയിൽ അഭിഷേകമില്ല എന്നുള്ള ഒരു ഒന്നാമത്തെ വിഷമിറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വിശുദ്ധ കുർബാന പാപവിഷത്തിനുള്ള പരമമായ ഔഷധമാണ്. വിശുദ്ധ കുർബാന ഒരു വിഷക്കല്ലാണ്. അഹങ്കാരിയുടെ വിഷമിറക്കാൻ ദൈവം തമ്പുരാൻ ഇത്രയും താന്ന് അപ്പത്തോളം ചെറുതായി, വലുതായി വലുതായി അവൻ മരക്കുരിശോളം വലുതായി, ചെറുതായി ചെറുതായി അവൻ അപ്പത്തോളം ചെറുതായവന്റെ മുമ്പിലിരിക്കുമ്പോൾ എവിടെ നമ്മുടെ അഹങ്കാരം? ഏറിയാൽ 70 അല്ല 80 വർഷം ജീവിക്കുന്ന ഈ ഒരു ജീവിതം, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. അഹങ്കാരി തിരിച്ചറിയുക. ദൈവമേ, ഇന്ന് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് മരച്ചുവട്ടിലെ മനോഹരമായൊരു മയക്കമാണ്. മരച്ചുവട്ടിലെ മനോഹരമായൊരു മയക്കമാണ്. അത് എപ്പോഴാണ് തീരുന്നത്? കാറ്റ് പിടിക്കാൻ പോകുന്ന ഒരു തീയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഒന്ന് ഉരുണ്ടുപടച്ച് വീണാലും മതി നമ്മുടെ സംസാര ശേഷി നഷ്ടപ്പെടുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കുത്തബ് മീനാറോ അല്ലെങ്കിൽ അതുപോലെ താജ്മഹലോ അല്ല. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം നിരീക്ഷിച്ചാൽ മതി. ഈ മനുഷ്യന്റെ അഹന്ത അവസാനിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്മൈലിംഗ് എന്ന് പറയുന്നത് ജീവിക്കുന്ന ഒരു അത്ഭുതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിരിച്ചിട്ട് പോകുന്നതല്ല ഈ കൺവെൻഷന്റെ ഇടയിൽ. കാരണം ഇതൊരു അത്ഭുതമാണ്. വൺ ഓഫ് ദി ലിവിംഗ് വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ്. ഈ ലോകത്തിലെ 7 അത്ഭുതങ്ങൾ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ സാധിക്കുക എന്നുള്ളതാ. ചിരിക്കാൻ അറിയാത്ത, കരയാൻ അറിയാത്ത കളിമൺ പ്രതിമയായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിട്ട് ഒരു കാര്യവും ഇല്ല. ഉണക്കപ്പലകാരമായിട്ട് ഒന്നുമില്ല, കടിച്ചാ പല്ല് പോവുകയുള്ളൂ. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആവഹിച്ചെടുക്കുക. സ്മൈലിംഗ് എന്ന് പറയുന്നത് ഒരു ലിവിംഗ് വണ്ടേഴ്സാണ്. 2 ഫീലിംഗ് എന്ന് പറയുന്നത്, സഹജീവിയുടെ കണ്ണുനീര് കണ്ടിട്ട് കണ്ണുനീര് പൊഴിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മനുഷ്യന്റെ പകുതി പാരലൈസ്ഡ് ആയിരിക്കുന്നു. അതായത് തളർവാദം പിടിപെട്ട സ്ത്രീത്വവും പാരലൈസ്ഡ് വുമൻഹുഡും പാരലൈസ്ഡ് ഫാദർഹുഡും. സഹജീവിയുടെ കണ്ണുനീര് കണ്ടിട്ട് അതിനോടൊന്ന് പ്രതികരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഫീലിംഗ് എന്ന് പറഞ്ഞ ഇമോഷൻ നഷ്ടപ്പെട്ടു. അത് ലിവിംഗ് വണ്ടേഴ്സ് ആണ് ലോകത്തിലെ. മൂന്നാമത്തെ എന്ന് പറയുന്നത് ലവിംഗ് എന്നുള്ളതാണ്. ഈ ലോകത്തിലെ മറ്റൊരു അത്ഭുതമാണ്, ജീവിക്കുന്ന ഒരു അത്ഭുതമാണ് ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റുക. അതോടൊപ്പം നമ്മുടെ കണ്ണെന്ന് പറയുന്നത് 586 മെഗാ പിക്സലാണ്. ഈ ഒരു കണ്ണെന്ന് പറയുന്നത് 586 മെഗാ പിക്സലാണ്. ഇന്നത്തെ മൊബൈൽ ഫോൺ കൂടി വന്നാൽ 10, 20 അല്ല 22, 586 മെഗാ പിക്സൽ വരുന്നതാണ്. അപ്പൊ ഈ ലോകത്തെ അത്ര ഈ കാഴ്ച എന്ന് പറയുന്നത് ഇന്ന് ജീവിക്കുന്ന ഒരു അത്ഭുതമാണ്. ഈ കേൾവി എന്ന് പറയുന്നത് മറ്റൊരു ജീവിക്കുന്ന ഒരു അത്ഭുതമാണ്. അതുപോലെ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുക എന്നത് മറ്റൊരു അത്ഭുതമാണ്. ഇത്രമാത്രം ദൈവകൃപയാൽ നിറയപ്പെട്ട മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ ദൈവം നൽകാത്തതായിട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പൗലോസ് ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, നിനക്ക് ദാനമായിട്ടല്ലാതെ എന്താ ഉള്ളത്? നമ്മളെ ജനിപ്പിച്ചത് നമ്മളാണോ? അല്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തെടുത്ത് നമ്മളാണോ? നമ്മളെ കുളിപ്പിച്ചത് നമ്മളാണോ? പുക്കിൾക്കൊടി മുറിച്ചത് നമ്മളാണോ? ഇനി ജനിച്ചു കഴിഞ്ഞ ശേഷം ഒന്ന് കുളിപ്പിച്ചു, ഇനി മരിച്ച ശേഷം ഒന്നുകൂടെ കുളിപ്പിക്കും. ആരാന്നറിയാവോ? ഇല്ല. മാമോദീസ രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ല. മറിയാമയും തോമാച്ചൻ എന്നൊക്കെ പേരിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ല. മാമോദീസായിൽ നമ്മളെ ദൈവാലയത്തിലേക്ക് കൊണ്ട് മാമോദീസ രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തിയ നമ്മുടെ മരണ രജിസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്. അത് താമസിയാതെ അതിലും പേര് രജിസ്റ്റർ ചെയ്യപ്പെടും. ജീവിതത്തിന്റെ അന്ത്യവോർത്ത് തിരിച്ചറിയുക. അഹന്ത എന്ന് പറയുന്നത് സഹജീവികളെ നശിപ്പിക്കുന്നതാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആദ്യത്തെ ഈ വിഷം ഊറ്റിക്കളയുക എന്ന് പറയുന്നത്, ഊറ്റിക്കളയേണ്ട വിഷമാണ് അഹന്ത എന്ന വിഷം. ഇത് കുടുംബത്തെ നശിപ്പിക്കുന്നു, സന്യാസ സമൂഹങ്ങളെ നശിപ്പിക്കുന്നു, പൗരോഹിത്യ ജീവിതത്തെ വികൃതമാക്കുന്നു. അഹന്തമുറ്റ പൗരോഹിത്യം, അഹന്തമുറ്റ സന്യാസം, അഹന്തമുറ്റ കുടുംബജീവിതം ഈ കാലഘട്ടത്തിന്റെ അറപ്പുളവാക്കുന്ന കാഴ്ചകളാണ്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. അതോടൊപ്പം തന്നെ മനുഷ്യ ജീവിതത്തിന് 2ാമത്തെ സന്തോഷം കിട്ടുന്ന 2ാമത്തെ വിഷം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹത്തിന്റെ വിഷമാണ്. അത്യാഗ്രഹത്തിന്റെ വിഷമാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിന്റെ ഓരോ കോശത്തിലേക്കും അപ്പമായി അവതരിക്കുന്ന തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പം എന്ത് നമ്മളിവിടെ കൊണ്ടുവന്നു, എന്ത് കൊണ്ടുപോകും? വചനം ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യ ജീവിതം പുൽക്കൊടി പോലെയാ. അതെ, മനുഷ്യ ജീവിതത്തിന്റെ ഇത്രയേ ഉള്ളൂ. ഇത്രയും ദിവസങ്ങളേ ഉള്ളൂ. മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 29,930 ദിവസമാണ്. അതായത് 82 വയസ്സ്. ഒരു മനുഷ്യന്റെ സയൻസ് പറയുന്നതനുസരിച്ച് ഒരു മനുഷ്യന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് 82 വയസ്സാണ്. അതായത് 29,930 ദിവസം കഴിയും. ഇനി ശതാഭിഷേകം എന്ന് പറഞ്ഞാൽ 84 വയസ്സാണ്. 2 വയസ്സൊക്കെ കിട്ടും. പിന്നെ കിട്ടുന്നതൊക്കെ ഗ്രാറ്റിസാ, ബോണസാ. കിട്ടിയാ കിട്ടി പോയാൽ പോയെന്നുള്ളൂ. KKPP എന്ന് പറഞ്ഞാൽ കിട്ടിയാ കിട്ടി പോയാൽ പോയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ജീവിക്കുന്ന കാലത്ത് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് യുവർ ലൈഫ്.
ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. ഒറ്റ രൂപ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഒരു തിരിച്ചറിവാണ് സഹജീവികൾക്ക് പങ്കുവെച്ച് കൊടുക്കണമെന്നും, ഈ ചുണ്ടത്ത് മുട്ടിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഭക്ഷണ സാധനം പോലും വേണ്ട എന്നും, കയ്യിലിരിക്കുന്നതൊക്കെ പങ്കുവെക്കാനുള്ളതാണെന്നും, പങ്കുവെക്കാതെ സൂക്ഷിക്കുന്നത് മന്ന ചീഞ്ഞളിഞ്ഞതുപോലെ ചീഞ്ഞളിയുമെന്നുള്ള വലിയൊരു സത്യം വിശുദ്ധ കുർബാന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ കാണുന്നു, അപ്പമായി മാറിയ തമ്പുരാൻ നമ്മുടെ ശരീരത്തിൽ അതായത് ഊർജമായിട്ട് മാറുകയാണ്. മോഡേൺ ഫിസിക്സ് പഠിപ്പിക്കുന്ന എന്താണ്? എനർജിയാണ് മാറ്ററായിട്ട് മാറും. മനുഷ്യൻ എന്ന് പറഞ്ഞ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യ വ്യക്തിയിലേക്ക് ദൈവം തമ്പുരാൻ ഊർജമായി പ്രവഹിക്കുകയാണ്. ദൈവം കണ്ടുപിടിച്ച, ഈ ഭൂമിയിൽ കണ്ടുപിടിച്ച, ലോകത്തിൽ കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു, നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരു സത്യമാണ് വിശുദ്ധ കുർബാന. തന്റെ പ്രിയ സഖിക്ക് വേണ്ടി ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ജീവിത പങ്കാളി ഏറ്റവും വില കൂടിയ ഒരു സാധനം മേടിച്ച് കൈമാറാനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ, ഇവിടെ ഇതാ ദൈവം മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം വരെ അവനോട് കൂടിയായിരിക്കാൻ വിശക്കുന്നവന്റെ മുമ്പിൽ അപ്പമായി അവതരിച്ചു, ദാഹിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അവൻ വചനമായിട്ട് അവതരിച്ചു. അതുകൊണ്ട് ഈ ക്രൈസ്തവ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പറന്നുയരാനുള്ള രണ്ട് ചിറകുകളാണ്. ഒന്ന് വചനം, രണ്ട് വിശുദ്ധ കുർബാന. ഒന്നൊന്നിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. വചനം അറിയാത്തവർക്ക് വിശുദ്ധ കുർബാന പൊരുളറിയാൻ പറ്റില്ല എന്നുള്ള പരമസത്യമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹത്തിന്റെ വിഷയമാണ്. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അസൂയയുടെ വിഷമാണ്. 38-ാം സങ്കീർത്തനം 20-ാമത്തെ വചനം. നന്മ ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താൽ അവരെന്നെ വെറുത്തു. നന്മ ചെയ്യുന്ന ഒറ്റ കാരണത്താൽ മനുഷ്യൻ നമ്മളെ വെറുക്കും. നന്മ ചെയ്യുന്നവരെ വെറുക്കുന്നു. നന്മ ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താൽ. 69-ാം സങ്കീർത്തനം 4-ാമത്തെ വചനത്തിൽ വീണ്ടും പറയുകയാണ്, കാരണം കൂടാതെ അവരെന്നെ വെറുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന നമ്മളൊക്കെ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും, യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഒരാളുടെ നന്മ കണ്ടു കഴിഞ്ഞാൽ പൗലോസ് ശ്ലീഹ പഠിപ്പിച്ചതുപോലെ, ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്ന പോലെ, നിന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ. ഒരു വ്യക്തിയെ കാണും, ദൈവമേ അവർണ്ണനീയമായ ഈ ദാനത്തിന് സ്തുതി, അവർണ്ണനീയമായ ഈ സ്നേഹത്തിന് നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ് വിശ്വാസി. എന്നാൽ അനുദിന ജീവിതത്തിൽ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, നന്മ ചെയ്യുന്നുവെന്ന ഒറ്റ കാരണത്താൽ വെറുക്കും. നന്മ ചെയ്യുന്നുവെന്ന ഒറ്റ കാരണം. എന്താണ് ഈ അസൂയ എന്ന് പറയുന്നത്? അത് മനുഷ്യ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു മഹാവിഷമാണ്. സൾഫ്യൂരിക് ആസിഡിനേക്കാളും മാരകമായൊരു വിഷമാണ്. ഒരുപാട് ജീവിതങ്ങളെ, കുടുംബ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ ഒരുപാട് കഴിവുള്ള വ്യക്തികളെ അരിഞ്ഞു തള്ളിയ അരിമത്യാക്കാരൻ ജോസഫിന്റെ കല്ലറയ്ക്കുള്ളിലേക്ക് താഴ്ത്തിവിട്ടതാണ് ഈ അസൂയ എന്ന വിഷം. ഒരു മനുഷ്യനെ ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഭിനന്ദിക്കാൻ പോലും സാധിക്കാതെ, ഈ ജന്മത്തിൽ മറ്റൊരാൾ ചെയ്ത ഒരു നന്മ കണ്ടിട്ട് ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കാൻ, ഒന്ന് അഭിനന്ദിക്കാൻ സാധിക്കാത്ത മനുഷ്യ ജന്മങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ബീയിങ് ഹ്യൂമൻ എന്ന് പറയുന്നത്, ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും ഹ്യൂമൻ ബീയിങ്സാ. പക്ഷെ ബീയിങ് ഹ്യൂമൻ, ഉപ്പുരസം പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉപ്പല്ല എന്ന് പറഞ്ഞതുപോലെ, മനുഷ്യൻ എന്ന് പറയുന്ന ബീയിങ് ഹ്യൂമൻ, മനുഷ്യനായിരിക്കുക, ബീയിങ് എ വുമൺ ആൻഡ് ബീയിങ് എ മാൻ, ബിക്കമിങ് എ മാൻ ആൻഡ് ബിക്കമിങ് എ വുമൺ. അങ്ങനെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കോ, ഈ അസൂയ മൂലം മനുഷ്യൻ ചരിത്രത്തിൽ വരുത്തിയിരിക്കുന്ന ദുരന്തങ്ങൾ കാണാൻ സാധിക്കും. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് യവന പുരാണങ്ങളിൽ പ്രൊമേത്യൂസിനെ പറ്റി പറയാറുണ്ട്. ആ പ്രൊമേത്യൂസിനെ പറ്റി പറയുമ്പോൾ എന്താ പറയുന്നത്? പ്രൊമേത്യൂസ് എന്ന് പറഞ്ഞ ആ വ്യക്തി, അതായത് സേവൂസ് ദേവനിൽ നിന്നും അഗ്നി കട്ടെടുത്ത്, അതായത് ജനത്തിന് നന്മ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. നന്മ ചെയ്തു എന്ന ഒറ്റ കാരണത്താലാണ് കരളുകൊത്തിപ്പറിച്ച പ്രൊമേത്യൂസിനെ കൊന്നത്. ഇന്നും പ്രൊമേത്യൂസിന്റെ പിൻഗാമികൾ ഈ നാട്ടിൽ കൂടെ ജീവിക്കുന്നുണ്ട്. കരള് കൊത്തിപ്പറിച്ചു കൊല്ലും. അസൂയ നമ്പർ 1, കില്ലിംഗ് നമ്പർ 1. രണ്ടാമത്തെ അസൂയയുടെ കൊലപാതകം എന്ന് പറയുന്നത് സോക്രട്ടീസ് ആണ്. യുവജനങ്ങളെ പഠിപ്പിച്ചു. എന്ത്? ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ചു, നന്മ ചെയ്യാൻ പഠിപ്പിച്ചതിനാണ് വിഷം കൊടുത്തു കൊന്നത് സോക്രട്ടീസ്. ഈ ഭൂമിയിലെ ഏറ്റവും ക്രൂരമായ കൊലപാതകം എന്ന് പറഞ്ഞ വിഷം കൊടുത്തു കൊല്ലുക എന്നുള്ളതാണ്. മറ്റേതൊരു കൊലപാതകത്തെയും നമുക്കറിയാം, ഒരാളെ നമ്മളെ ഉപദ്രവിക്കാൻ നമുക്കറിയാം, എന്നെ കൊല്ലാൻ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റും. ചിരിച്ചുകൊണ്ട് ചതിക്കുക എന്നുള്ളതാണ് അതായത് ഈ വിഷം കൊടുത്തു കൊല്ലലിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞത്. എനിക്കൊരാൾ വിഷമെടുത്തതിനും അത് വിഷമാണെന്ന് അറിയാതെ ആ വ്യക്തിയെ ഞാൻ വിശ്വസിച്ചുകൊണ്ട്, ഇത് കുടിക്കാൻ കൊള്ളാവുന്നതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എടുത്ത് കഴിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന ഏറ്റവും ക്രൂരമായ കൊലപാതകം എന്ന് പറയുന്നതാണ് വിഷം കൊടുത്തു കൊല്ലുക. സോക്രട്ടീസിനെ വിഷം കൊടുത്തു കൊന്നു. എന്തിനു വേണ്ടി? അവൻ മറ്റുള്ളവരെ പഠിപ്പിച്ചു, നന്മ ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ വിഷം കൊടുത്തു കൊന്നു സോക്രട്ടീസ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നു കുരിശ് മരണമാണ്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ ഒരു സൂചനയുണ്ട്. പീലാത്തോസിനെ പറ്റിയാണ് പറയുന്നത്.
അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തത് അസൂയ നിമിത്തമാണെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. പീലാത്തോസ് എന്താ അറിഞ്ഞത്? അസൂയ നിമിത്തമാണ് അന്നാസും കയ്യഫാസും ഹെറോദേസും യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പിന്നിൽ അസൂയ നിമിത്തമാണെന്ന് അവൻ അറിയാമായിരുന്നു. അപ്പൊ മൂന്നാമത്തെ കൊലപാതകം കുരിശുമരണമാണ്. കരൾ കൊത്തിപ്പറിച്ചു കൊല്ലുന്നു, 2 വിഷം കൊടുത്ത് കൊല്ലുന്നു, 3 കുരിശിൽ തറച്ചു കൊല്ലുന്നു. അസൂയ നിമിത്തം മനുഷ്യനിൽ ഈ വിഷം കയറിക്കഴിഞ്ഞത്. 4ാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. നന്മ ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കണം, നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒറ്റ രാജ്യം എന്ന് പറഞ്ഞ് നിലനിന്നതിന്റെ പേരിലാണ്, ആ മതമൈത്രിക്ക് വേണ്ടി നിന്നതിന്റെ പേരിലാണ്, ഒരു സെക്യുലറിസത്തിന് വേണ്ടി നിന്നതിന്റെ പേരിലാണ് ആ മനുഷ്യനെ തോക്കിനിരയാക്കിയത്. 4ാമത്തെ കൊലപാതകം നിന്ന് വെടിവെച്ച് കൊന്ന ഗാന്ധിജി എന്ന് പറയുന്നത് അസൂയയുടെ മറ്റൊരു ഇരയാണ്. 5ാമത്തെ കൊലപാതകം ഈ 5 കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് കൊല്ലുന്നതാണ് 5ാമത്തെ കൊലപാതകം. മനുഷ്യനിൽ വിഷം കയറിക്കഴിഞ്ഞാൽ ഈ വിഷമിറക്കാൻ ഈ ഭൂമിയിൽ, ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മറ്റൊരു മരുന്നിനും ഒരു യൂണിവേഴ്സിറ്റിക്കും പറ്റില്ല. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഏതൊരു മഹാഭാവിയുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന തമ്പുരാന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ദൈവമേ ഞാനും ഒരു ഭാവിയായ മനുഷ്യനാണെന്നുള്ള വലിയൊരു തിരിച്ചറിവിൽ, സഹജീവികൾ എന്ന് പറഞ്ഞാൽ വെറുക്കാനുള്ള വ്യക്തിയല്ല, ഉപയോഗിക്കാനുള്ള വസ്തുവല്ല, സ്നേഹിക്കാനുള്ള വ്യക്തിയാണെന്നുള്ള വലിയ തിരിച്ചറിവ് വരുമ്പോഴാണ് ഈ വിഷം നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവൻ തന്റെ വചനമയച്ച് അവർക്ക് സൗഖ്യം കൊടുത്തു. ദാഹാർത്തരെ നിങ്ങൾ ജലാശയത്തിലേക്ക് വരുവിൻ, തേനും പാലും വന്ന് സൗജന്യമായിട്ട് കഴിക്കും. അത് 2ാമത്തെ വിഷമാണെങ്കിൽ 3ാമത്തെ വിഷം എന്ന് പറഞ്ഞ അലസതയാണ്. ഈ കാലഘട്ടത്തിന്റെ തിന്മ എന്ന് പറയുന്നത് അലസതയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കിൽ പറഞ്ഞാൽ ഗ്ലോബലൈസ്ഡ് ഇൻഡിഫറൻസ്. ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നു. യാക്കോബ് 4:17. ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ചെയ്യേണ്ട നന്മ, സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ, നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് നീ നിഷേധിക്കരുത്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് പാപമാണ്. സ്വധർമ്മം. ഈ ഭഗവത്ഗീതയിൽ ഒരിക്കലും പറയുന്നത് ധർമ്മം നിർവഹിക്കണമെന്നാണ്. നമ്മൾ ക്രൈസ്തവ പാരമ്പര്യത്തിൽ എപ്പോഴും പറയാറുണ്ട് സ്നേഹിക്കണം എന്ന്. ഭഗവത്ഗീതയിൽ ഒരിക്കലും സാധാരണ രീതിയിൽ സ്നേഹിക്കുന്ന വാക്കല്ല പറയുന്നത്. അവിടെ അത് പറഞ്ഞ ധർമ്മം നിർവഹിക്കുക, സ്നേഹം പ്രായോഗികമാക്കുക. ധർമ്മപദം, കർമ്മപദമല്ല, ധർമ്മപദം. മതത്തിന്റെ വാദ എന്ന് പറയുന്നത് ധർമ്മപദമാണ്, അത് കർമ്മപദമല്ല, റിച്വലിസം അല്ല. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് മതജീവിതത്തിന്റെ കാതൽ ആത്മീയതയാണെങ്കിൽ ഉത്തരവാദിത്തം നിർവഹിക്കാത്തവരെ ഉണർത്തുന്നു. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഉത്തരവാദിത്തത്തിന്റെ അഗ്നിയാണ്. ഇറ്റ് ഈസ് എ ബ്ലഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തത്തിന്റെ അഗ്നിയാണ്. ഇറ്റ് ഈസ് എ ബ്ലഡ് ഓഫ് ജാസ്റ്റിസ്. ഇത് നീതിയുടെ അപ്പമാ. എന്താ ഈ നീതി? അമോറിസ് ലെറ്റീസിയയിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൺവെൻഷനിൽ മറ്റൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ നീതി എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോകണം, അല്ലെങ്കിൽ നീ തീ തിന്നേണ്ടി വരും. നീതി എന്ന വാക്ക് വിരിച്ചു കഴിഞ്ഞാൽ നീ തീ തിന്നേണ്ടി വരും. കത്തോലിക്കാ സഭയുടെ ആദ്യകാലത്തെ പഠനങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട്, ഏകദേശം ഒരു 4-ാം നൂറ്റാണ്ടിലുള്ള പഠനങ്ങളിലെല്ലാം ഇരണേവൂസ് എന്ന പിതാവ് പഠിപ്പിച്ചു. അതായത് മനുഷ്യ വ്യക്തി എന്ന് പറഞ്ഞാൽ ദൈ ഗ്ലോറിയ ഹോമോ വീരൻസ്, ഫുള്ളി ഹ്യൂമൻ ഈസ് ഫുള്ളി ഡിവൈൻ. ദൈവികതയുടെ തിരയിളക്കം എന്ന് പറയുന്നത് മാനുഷികതയാണ്. പാഠം 1 മനുഷ്യത്വം. പുരോഹിതർക്കും മനുഷ്യരാവാം, സന്യസ്തർക്കും മനുഷ്യരാകാം, അൽമായർക്കും മനുഷ്യരാകാം, മലയാളിക്ക് മൊത്തം മനുഷ്യരാകാം. ലെറ്റ് us be human. ഇരണേവൂസ് പഠിപ്പിച്ചാണ് ക്രിസ്തീയരുടെ കാതൽ എന്ന് പറയുന്നത് മാനുഷികതയാണ്. ഒരാൾക്ക് ആത്മീയതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ 1ാമത്തെ ലക്ഷണം ആ വ്യക്തിക്ക് എന്തുമാത്രം ഹ്യൂമൻ ആണ് എന്നുള്ളത്. കാരണം ആത്മീയത എന്ന് പറയുന്നത്, ആത്മീയതയുടെ ആദ്യത്തെ ലക്ഷണം മറ്റു മനുഷ്യരോട് തോന്നുന്ന ആദരവാണ്, മാനുഷികതയാണ്, മനുഷ്യത്വമാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ സഭയിൽ ഈ നീതി എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കും. ധാർമ്മിക പുണ്യങ്ങൾ, ദൈവിക പുണ്യങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസം, ശരണം, പ്രത്യാശ. അതായത് ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി, ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആദ്യത്തെ ലക്ഷണം സ്നേഹമുള്ള വ്യക്തിയാണ്. അതാണ് ദൈവിക പുണ്യമാണ് സ്നേഹം. അപ്പൊ ഈ സ്നേഹം മാംസമായി മാറുന്നതാണ് നീതി. നീതി എന്ന് പറയുന്നത് സ്നേഹം പ്രായോഗികമാക്കുന്നതാണ് നീതി എന്ന് പറയുന്നത്. മറ്റർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ നീതി എന്ന് പറയുന്നത് അർഹതയുള്ളത് കൊടുക്കുക മാത്രമല്ല, ആവശ്യം കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. അർഹത മാത്രം നോക്കിയാൽ പോരാ, ആവശ്യം നോക്കി കൊടുക്കണം. ഈ കത്തോലിക്ക സഭയിലെ ദൈവശാസ്ത്രത്തിൽ വികസനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് മിഡിൽ ഏജ് കാലഘട്ടത്തിലൊക്കെ വന്നു കഴിഞ്ഞ അവസരത്തിൽ അരിസ്റ്റോട്ടലിന്റെ ചിന്താഗതി എടുത്ത തോമസ് അക്വീനാസിനെ പോലെയുള്ളവർ ഈ നീതിയെയും സ്നേഹത്തെയും തമ്മിൽ വേർതിരിച്ചു. അതിന് ചാരിറ്റി എന്ന വാക്ക് കൊടുത്ത്, ചാരിറ്റി അത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ ഒരു പുച്ഛവാ, ചാരിറ്റി ബോക്സ്, ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ. എന്നാൽ സ്നേഹവും നീതിയും തമ്മിൽ നാഭീനാള ബന്ധമാണ്. സ്നേഹത്തിൽ നിന്ന് നീതിയെ, നീതിയിൽ നിന്ന് സ്നേഹത്തെയോ മാറി വെക്കാനായിട്ട് പറ്റില്ല.
അപ്പൊ ആദ്യകാലങ്ങളിൽ ധാർമ്മിക പുണ്യങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന പ്രൂഡൻസ് അല്ലെങ്കിൽ വിവേകം, രണ്ടാമത് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി, മൂന്നാമത് ടെമ്പറൻസ് അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്കൊരു സെൽഫ് കൺട്രോള്, ആത്മനിയന്ത്രണം, നാലാമത് സ്ഥൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇറങ്ങി ചെയ്യുക എന്നുള്ളതാണ്. ധൈര്യത്തോടുകൂടി ചെയ്യുക, പരിശുദ്ധാത്മാവിന്റെ ബലത്താൽ പ്രവർത്തിക്കുക. അതാണ് ദൈവിക പുണ്യങ്ങളും ധാർമ്മിക പുണ്യങ്ങളും. അന്നും ഇന്നും കത്തോലിക്ക സഭയുടെ പഠനങ്ങളിൽ ഒരു മാറ്റവുമില്ല. ഈ അമോറിസ് ലെറ്റീസിയയിൽ പറയുന്നുണ്ട്, സന്യാസ സമൂഹങ്ങളിൽ ചില വികൃതങ്ങളും വിരൂപങ്ങളുമായ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിലും കത്തോലിക്ക സഭ എന്നും ഔദ്യോഗിക സഭ എന്നും വചനത്തോട് വിശ്വസ്ത പുലർത്തി. അതുകൊണ്ട് സന്യാസമൂഹങ്ങളിൽ കാണുന്ന വികൃതവും വിരൂപവുമായ ചില രീതികൾ ജസ്യൂട്ടായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, അങ്ങനെ ചില വികൃതങ്ങളും വിരൂപങ്ങളുമായ ചില രീതികൾ സന്യാസമൂഹത്തിലുണ്ടെങ്കിലും ദൈവവചനത്തോട് എന്നും വിശ്വസ്ത പുലർത്തുന്നതിന് സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ്. ഔദ്യോഗിക പ്രബോധനം എന്താ പറയുന്നത്? നീതി എന്ന് പറയുന്നത് സ്നേഹം മാംസമായി മാറ്റുന്നതാണ് നീതി. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അർഹതയുള്ളത് കൊടുക്കുക മാത്രമല്ല, ആവശ്യമുള്ളത് കൊടുക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അമോറിസ് ലെറ്റീസിയയിൽ. അദ്ദേഹം പറയുന്നത്, മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മുമ്പിൽ കൂടെ 3 പേര് കടന്നു പോവുകയാണ്. ആദ്യത്തെ ആൾക്ക് തിരക്കുണ്ട്, അദ്ദേഹത്തിന് മൃതശരീരത്തെ തൊട്ട് കഴിഞ്ഞാൽ അടുത്ത 7 ദിവസത്തേക്ക് അശുദ്ധമാകും, അതുകൊണ്ട് അദ്ദേഹത്തെ തൊട്ടില്ല, അദ്ദേഹം പോയി. രണ്ടാമത്തെ ആൾക്ക് ഹെവി ഷെഡ്യൂളാണ്, അദ്ദേഹവും വിട്ടുപോയി. മൂന്നാമത്തെ മനുഷ്യൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആവശ്യക്കാരന്റെ മുമ്പിൽ അപ്പമായി മാറി. അതായത് ആവശ്യക്കാരന്റെ മുമ്പിൽ അപ്പമായി മാറുന്നതാണ് നീതി. ഇനി നീതി കവിഞ്ഞൊഴുകുന്നതാണ് കരുണ എന്ന് പറയുന്നത്. ആമോസ് 5:24, സ്നേഹം മാംസമായി മാറുന്നത് നീതി, നീതി കവിഞ്ഞൊഴുകുന്നതാണ് കാരുണ്യം അല്ലെങ്കിൽ കരുണ. അപ്പൊ ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? ദൈവത്തിന്റെ കാരുണ്യം വഴിഞ്ഞൊഴുകുന്നതാണ്. ദൈവ സ്നേഹത്തിന്റെ അനുസ്യൂത പ്രവാഹമാണ് വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം. അപ്പൊ വിശുദ്ധ കുർബാന എന്തിനാ സ്വീകരിക്കുന്നത്? ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ദിവ്യകാരുണ്യമാകാനാണ്. വിശുദ്ധ കുർബാന ഹൃദയത്തിൽ സ്വീകരിക്കുകയല്ല, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക മാത്രമല്ല, യേശുവിന്റെ ഹൃദയം കൂടി സ്വീകരിക്കുകയാണ് വിശുദ്ധ കുർബാന. അപ്പൊ കുർബാന സ്വീകരിക്കുന്നതിനാണ്, കുർബാനയാകാനാണ്. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പത്തിന് 3 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം ദൈവത്തിന്റെ വചനമാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. ദൈവത്തിന്റെ വചനം അപ്പമാണ്. അതായത് നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി എളിയവർക്ക് അറിവ് പകരുന്ന, മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനം, അതായത് ജീവനാണ്. മനുഷ്യന് ജീവൻ നൽകാനായിട്ട് ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. രണ്ടാമത്തെ ബ്രെഡ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ അപ്പം എന്ന് പറയാൻ അതിന്റെ അർത്ഥം അത് മറ്റൊന്നുമല്ല, അത് വിശുദ്ധ കുർബാനയാണ്. ഈ വചനം മാംസമായി ദൃശ്യരൂപത്തിൽ 73 പുസ്തകങ്ങളും ദൃശ്യരൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നതാണ് രണ്ടാമത്തെ ബ്രെഡ് ഓഫ് ലൈഫ്. 1 ദൈവത്തിന്റെ വചനം, 2 വിശുദ്ധ കുർബാന. ഇനി മൂന്നാമത്തെ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ വചനം ഭക്ഷിച്ച് കുർബാന സ്വീകരിച്ച ഞാൻ എന്തായി തീരണം? സഹജീവികളുടെ മുമ്പിൽ അപ്പമായി മാറണം, ദിവ്യകാരുണ്യമായി മാറണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയി ആരാധിക്കുകയും ജീവിക്കുന്ന സഹോദരങ്ങളെ നിന്ദിക്കുകയും ജീവിക്കുന്ന സഹോദരങ്ങൾ അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിന്റെ ഭാവമാണ്. ദിവ്യകാരുണ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിന്ദനമാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ദിവ്യസക്രാരിയിൽ ഇരിക്കുന്ന ഈശോയ്ക്കെതിരായി ചെയ്തു പോകുന്ന നിന്ദനങ്ങൾക്കൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന്. അത് ഏറ്റവും വലിയ, ഇന്ന് നമുക്കറിയാം അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ ദിവ്യകാരുണ്യത്തെ നിന്ദിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുള്ളൂ. ഇന്നത്തെ ഏറ്റവും വലിയ ദിവ്യകാരുണ്യ നിന്ദനം എന്ന് പറയുന്നത് കൂടെ താമസിക്കുന്ന സഹജീവികളോട് അഹന്തയോടുകൂടി പെരുമാറുന്നത്, അത്യാഗ്രഹത്തോടുകൂടി പെരുമാറുന്നത്, അവരുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാത്തതാണ് ഇന്ന് ഈ കാലഘട്ടത്തിന്റെ പാപം. അതായത് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോഴാണ്, അതായത് പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ സഭാംഗങ്ങൾ ഇവിടെ ധാരാളം പേരിപ്പുണ്ട്. ഈ ദിവ്യകാരുണ്യ സഭാംഗങ്ങളുടെ ഏറ്റവും വലിയ മാരകഭാവം എന്താണെന്നറിയാവോ? കാരുണ്യം കാണിക്കാത്തതാണ് ദിവ്യകാരുണ്യ സഭാംഗങ്ങളുടെ, പ്രത്യേകിച്ചുള്ള എല്ലാ മനുഷ്യരും ആണെങ്കിൽ ഇത് വ്രതമെടുത്തിട്ടുള്ളവർ കൊണ്ട് ദിവ്യകാരുണ്യ സഭയുടെ ഏറ്റവും വലിയ മാരക പാപം എന്ന് പറയുന്നത് കാരുണ്യം കാണിക്കാത്തതാ. നടപടി പഴയ നിയമത്തിന്റെ ട്രഡീഷൻ, പഴയ നിയമത്തിന്റെ സമ്മാൻ സബ്സ്റ്റൻസ് എന്ന് വിശേഷിപ്പിക്കുന്ന മീക്ക 6:8 അവിടെ വ്യക്തമായിട്ട് പറയാണ്, നീതി പ്രവർത്തിക്കുക, ആക്ട് ജസ്റ്റ്ലി, ലവ് ടെൻഡർലി, കരുണ കാണിക്കുക, വർക്ക് ഹംബ്ലി ബിഫോർ ദി പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ തിരുസന്നിധിയിൽ വിനീതരായി വ്യാപരിക്കുക. ദൈവം മനുഷ്യനോട് ആവശ്യപ്പെട്ട 3 കാര്യമാണ്. 1, നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രായോഗികമാക്കാൻ. മുറിവേറ്റ് കിടക്കുന്നവന്റെ മുമ്പിൽ നിന്നു കൊടുക്കാതെ അകത്ത് സൂത്രവും പുറത്ത് സ്തോത്രവും കൊണ്ട് ദൈവത്തെ പറ്റിക്കാനാവില്ല എന്ന്. ഹോസിയ പ്രവാചകൻ 11:9, ഞാൻ മനുഷ്യനല്ല ദൈവമാണ്, എന്നെ കബളിപ്പിക്കാൻ പറ്റില്ല. ഞാൻ നേർച്ചക്കൊതിയനല്ല, ആഡംബരപ്രിയനല്ല, എന്റെ ചെവിക്ക് യാതൊരു കുഴപ്പവുമില്ല, ഞാൻ പൊട്ടനല്ല, എന്നെ കബളിപ്പിക്കാനാവില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയുകയാണ്. 2 തല വാളിനേക്കാളും വലിയ ശക്തി വിശ്വാസികൾ പറയാണ്, നിന്റെ അന്ത്യവിധി എന്ന് പറയുന്നത് നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക,
ദൈവതിരുസന്നിധിയിൽ വിനീതരായി വ്യാപരിക്കുക. BC 535 ജീവിച്ച ഹെറാക്ലീറ്റസ് എന്ന ഒരു മനുഷ്യനുണ്ട്. ഹെറാക്ലീറ്റസ് അദ്ദേഹം പറഞ്ഞ ഒരു ദൈവവചനം പോലെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇതാണ്: യുവർ ക്യാരക്ടർ ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ. നിന്റെ സ്വഭാവമാണ് നിന്റെ അന്ത്യം നിശ്ചയിക്കാൻ പോകുന്നത്. സുവിശേഷം ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്താണ് അന്ത്യവിധി എന്ന് പറയുന്നത്? അന്ത്യവിധിയിൽ എന്താണ്? നമ്മുടെ ക്യാരക്ടർ ടെസ്റ്റിംഗ് ആണ്. നമ്മുടെ ക്യാരക്ടർ എങ്ങനെയുള്ളത് എന്ന് ദൈവം ടെസ്റ്റ് ചെയ്യുന്നത് 6 വഴിയിലായിട്ടാണ്. 6 മൊഡ്യൂൾസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ മരണത്തോടുകൂടി ഒരു ഫയലുമായിട്ട് തമ്പുരാന്റെ മുമ്പിലേക്ക് പോകും. അതിൽ 1ാമത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ ചോദിക്കുന്ന ചോദ്യമാണ് നീതി. ക്വസ്റ്റ്യൻ നമ്പർ 1: വിശക്കുന്നവർക്ക് നീ അപ്പം കൊടുത്തോ? വിശക്കുന്നവർക്ക് അപ്പം കൊടുത്തോ? നിന്റെ മുമ്പിൽ വിശന്ന് നിന്ന, ഭക്ഷണം മാത്രമല്ല, ഒരു അംഗീകാരത്തിന് വേണ്ടി, ഒരു സ്നേഹത്തിന് വേണ്ടി, ഒരു നല്ല വാക്കിന് വേണ്ടി നിന്റെ മുമ്പിൽ വിശന്ന് നിന്ന മനുഷ്യന് നീ അപ്പം കൊടുത്തോ? ഫയൽ നമ്പർ 2: നിന്റെ മുമ്പിൽ ദാഹിക്കുന്ന മനുഷ്യരുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത്, മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും അദമ്യമായ അല്ലെങ്കിൽ തീവ്രമായ ഒരു വികാരമാണ് വിശപ്പും ദാഹവും. നമുക്കറിയാൻ സാധിക്കില്ല, ദാഹിക്കുന്ന മനുഷ്യൻ മലിനജലം പോലും കുടിച്ചു പോകും. 2ാമത്തെ ചോദ്യം ഇതാണ്. 2ാമത്തെ മൊഡ്യൂളിന്റെ ചോദ്യമാണ്: നീ ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്തോ? നീ ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്തോ? അംഗീകാരത്തിന് വേണ്ടിയാകാം, സ്നേഹത്തിന് വേണ്ടിയാകാം, നിന്റെ ഒരു വാക്ക്, നിന്റെ ഒരു പെർമിഷൻ കിട്ടാൻ കൊതിച്ച് നിന്നുകൊണ്ട് ദാഹിച്ചു കൊതിച്ച, ഒരു നല്ല വാക്ക് കേൾക്കാനായിട്ട് കൊതിച്ച നീ കൊടുത്തോ? ഇല്ല. ഇനി അടുത്ത ചോദ്യം, 3ാമത്തത് മനുഷ്യന്റെ അടുത്ത വികാരമാണ്. അടുത്ത ദൈവം ചോദിക്കുകയാണ്: വസ്ത്രമില്ലാത്തവർക്ക് നീ അങ്കിയായി മാറിയോ? കത്തോലിക്കാ സഭയുടെ ഏറ്റവും പുതിയ ഡോക്യുമെന്റ് ആണ് കരുണയും കരുതലും. കഷ്ടതയിൽ കാരുണ്യം കാണിക്കുക. വിശക്കുന്നതൊരു കഷ്ടപ്പാടാ, ഒരു വങ്കപ്പാടാ. വിശപ്പ്, ദാഹം മറ്റൊരു കഷ്ടതയാ. ഇവരോട് കാരുണ്യം കാണിച്ചോ? 3ാമത് ചോദിക്കുകയാണ്: വസ്ത്രമില്ലാത്തവർക്ക് നീ അങ്കിയായി മാറിയോ? സഭയുടെ ദൗത്യം എന്താണ്? വിശ്വാസിയുടെ ദൗത്യം എന്താണ്? വസ്ത്രമില്ലാത്തവർക്ക് അങ്കിയായി മാറുക. അമ്മമാരെ ഇവിടെ ഇരിക്കുന്ന ധാരാളം സഹോദരിമാർ, കുടുംബത്തിൽ ജീവിക്കുന്ന കാഞ്ഞിരപ്പള്ളിക്കാരായ നസ്രാണികളുടെ ധാരാളം ഇരിപ്പുണ്ട്. നിങ്ങളുടെ വെട്ടിയിൽ ആവശ്യമില്ലാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വസ്ത്രമെങ്കിൽ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ദാനധർമ്മം ചെയ്തോ? ദാനധർമ്മം അപകടത്തെ ഒഴിവാക്കും. ദൈവം പറഞ്ഞു, ഇത്രയും കാലമായിട്ട് നമ്മൾ പറയുന്നു, ദൈവം തമ്പുരാൻ നിന്റെ വരുമാനത്തിന്റെ 10% നീ ദശാംശമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. 10% ഇത്രയും കാലമായിട്ട്. അടുത്ത കാലത്ത് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ സെന്റ് ഓഫിന് എന്ന അവസരത്തിലാണ് 40,000, 50,000, 60,000 രൂപയൊക്കെ മേടിച്ച് അതായത് പെൻഷൻ പറ്റുന്ന ടീച്ചേഴ്സാണ്. അപ്പൊ അവിടെ ഏതൊരു അവസരത്തിൽ അവരോട് ചോദിച്ചു, ഇത്രയും കാലം നിങ്ങളോട് പഠിപ്പിച്ചിട്ട് ഒരു ക്ലാസ്സിലെ ഒരു കൊച്ചിനൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലും കൊടുക്കാതെ 25 വർഷം, 30 വർഷം, 35 വർഷം സ്തുത്യർഹമായ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്യുന്ന ടീച്ചറെ ഓർത്തുവോ? നിനക്ക് വേണ്ടി നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം അന്ത്യവിധിയിൽ പറഞ്ഞ 6 കാര്യവും നീ ചെയ്തില്ല. നിന്റെ ക്ലാസ്സിലെ കൊച്ച് രാവിലെ വിശന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കൊച്ചവിടെ നിന്ന് ഉറങ്ങിയപ്പോൾ നീ അത് കണ്ടില്ല, നീ ശാസിച്ചു. ആ കൊച്ച് 2ാമത് ഒരു യൂണിഫോം മാറിയിട്ടുകൊണ്ട് വരാനിരുന്ന ആ കൊച്ചിന് നിനക്ക് 1000കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന നീ ഇത്രയും കാലമായിട്ട് ഒരു കൊച്ചിനൊരു യൂണിഫോമിന്റെ കാശ് പോലും കൊടുത്തിട്ടില്ലാത്ത ടീച്ചറെ ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരം നീക്കുന്ന വ്യക്തിയാണ്. ദിശാബോധം കൊടുക്കുന്ന ആളുകൊണ്ട് കൂടുതൽ ശിക്ഷ ടീച്ചേഴ്സിന് കിട്ടും. അന്ത്യവിധി. യുവർ ക്യാരക്ടർ ഡിസൈഡ്സ് യുവർ ഡെസ്റ്റിനി. അപ്പൊ 3ാമത്തെ ചോദ്യം അതാണ്. 4ാമത്തെ ദൈവം ചോദിച്ചതാണ്, അതായത് രോഗികളായ വ്യക്തി നിന്റെ മുമ്പിൽ വന്നപ്പോൾ നീ മരുന്ന് കൊടുത്തോന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് തികച്ചും സെക്കുലറാ, ഒരു മതത്തിന്റെ ചോദ്യമല്ല. ദൈവം ചോദിക്കുന്ന ചോദ്യം, ഈ ഇരിക്കുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന കൺവെൻഷനിൽ നീ പങ്കെടുത്തോ? അല്ലെങ്കിൽ നമ്മൾ സെഗിയോനിൽ നടന്ന ധ്യാനത്തിൽ നീ പങ്കെടുത്തോ? അണക്കരയിൽ വട്ടപ്പാടിയിൽ നടന്ന ധ്യാനത്തിൽ നീ പങ്കെടുത്തോ? ദൈവം അന്ത്യവിധിയിൽ ചോദിക്കുന്നത് എന്തിനൊക്കെയാണ് ഇവിടെയൊക്കെ പങ്കെടുക്കുന്നത്? ഈ ഉത്തരവാദിത്വത്തിന്റെ അഗ്നി ഉള്ളിൽ ജ്വലിക്കാനാണ്. ഉത്തരവാദിത്വത്തിന്റെ അഗ്നി ഉള്ളിൽ ജ്വലിപ്പിക്കുന്നതാണ് വിശുദ്ധ കുർബാന. ഈസ് എ ബ്ലഡ് ഓഫ് ജാസ്റ്റിസ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സഹോദരരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവതിരുസന്നിധിയിൽ ഉത്തരം പറയേണ്ട മറ്റൊരു കാര്യമാണ്, രോഗികളോട് നമ്മൾ എങ്ങനെ പെരുമാറി. നമ്മുടെ കുടുംബത്തിൽ രോഗികളുണ്ട്, നമ്മളൊക്കെ രോഗികളായിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ സമൂഹത്തെ വേദന അനുഭവിക്കുന്ന രോഗികളുണ്ട്. ഈ രോഗികളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു? സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിൽ അടുത്ത ഒരു ചോദ്യം ഇതാണ്. 5ാമതായിട്ട് ദൈവം ചോദിച്ച മറ്റൊരു കാര്യമുണ്ട്. നിന്റെ സമൂഹത്തിൽ തെറ്റുപറ്റിയ ആൾക്കാരുണ്ട്, പാപം ചെയ്തവരുണ്ട്, തെറ്റുപറ്റിയവരുണ്ട്, കൊലപാതകം അല്ലെങ്കിൽ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തെറ്റ് ചെയ്ത വ്യക്തിയോട് നീ എങ്ങനെ പെരുമാറി? പാപികളായ വ്യക്തികളോട് നീ അവരെ വിധിക്കാനാണോ പോയത്? നീ അവരെ രക്ഷിക്കാനാണോ പോയത്? നിനക്ക് അവരോട് സഹതാപമാണോ? അതേ കൃപയില്ലാത്ത അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്? പാപികളോട് നീ എങ്ങനെ പെരുമാറി? 5. 6ാമത്തെ മറ്റൊരു ചോദ്യമാണ്, ഈ സമൂഹത്തിൽ, നിന്റെ കുടുംബത്തിലും നിന്റെ സമൂഹത്തിലുമൊക്കെ അവശരും ആർത്തരും ആലംബഹീനരുമായ മനുഷ്യരുണ്ട്, നീ അവരോട് എങ്ങനെ പെരുമാറി?
പ്രിയപ്പെട്ടവരെ, ഇതാണ് നീതി വെച്ചാണ് ദൈവം വിധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മുടെ കത്തോലിക്ക സഭയിൽ ആദ്യകാലത്തിൽ നീതി എന്ന് പറയുന്നത് ധാർമ്മിക പുണ്യമായിട്ട് വളരെയധികം പ്രാധാന്യം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് സഭ ഇപ്പൊ കൂടുതൽ ആ ഒരു മേഖലയിലേക്ക്. കാരണം ഇത് ഒരു കാലഘട്ടത്തിൽ സഭയിൽ വന്ന ദൈവശാസ്ത്ര വിശകലനത്തിൽ വന്നിരിക്കുന്ന ഒരു അപാകത കൊണ്ടാണ് സ്നേഹത്തെയും നീതിയെയും തമ്മിൽ രണ്ടായിട്ട് മാതിരിച്ചു. എന്നാൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു, പഴയ നിയമത്തിൽ ഉടനീളം കാണാനാണ് സാധിക്കും, ഞാൻ നീതിയുടെ ദൈവമാണ്, ഞാൻ നീതിയുടെ ദൈവമാണ്. 22:16 ജെറമ്യ. അവൻ എല്ലാവർക്കും നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. അപ്പോൾ അവിടെ എല്ലാം നന്നായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതല്ലയോ? ടു ലവ് ഗോഡ് ഈസ് ടു ഡു ജസ്റ്റിസ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളോട് നന്മ ചെയ്യുക. ടു ലവ് ഗോഡ് ഈസ് ടു ഡു ജസ്റ്റിസ്. അപ്പൊ ജസ്റ്റിസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് ആവശ്യക്കാരുടെ മുമ്പിൽ അപ്പമായി മാറുന്ന സ്നേഹമാണ്. അർഹത നോക്കുക എന്നുള്ളത്, അർഹത നോക്കിയാൽ ആർക്കും കൊടുക്കാനാവില്ല. അതെ, അർഹതയല്ല പ്രധാനപ്പെട്ടത്. അർഹത നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇഗ്നോർക്കൊക്കെ മതിയെന്ന് പറയും. അർഹത ആരാ നിശ്ചയിക്കുന്നത്? അർഹത നിശ്ചയിക്കുന്നത് ആരാണോ അധികാരത്തിലിരിക്കുന്നത്, ആരാണോ വൺ ഹൂ ഈസ് ഇൻ ചാർജ്, ആ വ്യക്തിയാണ് അർഹത നിശ്ചയിക്കുന്നത്. ദൈവം പറഞ്ഞത് അർഹത നോക്കാനല്ല. അർഹത നോക്കിയാൽ ഇരിക്കുന്ന നമുക്കൊക്കെ നരകം ഉറപ്പാ. ഈ മനുഷ്യ ജീവിതത്തിൽ വന്ന ചെറുതും പറ്റുന്നതുമായ തെറ്റുകൾക്ക് ദൈവം നമ്മളെ തെറ്റുകൾ നോക്കി വിധിക്കുന്നെങ്കിൽ, അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്നെ പോലെയുള്ള നിന്റെ സഹോദരങ്ങളോട് കരുണ കാണിക്കാത്ത നിനക്കെങ്ങനെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും? പ്രഭാഷകൻ 28:2. 28:4 വീണ്ടും ചോദിക്കുകയാണ്, നിന്നെ പോലെയുള്ള നിന്റെ സഹോദരങ്ങളോട് പാപം ക്ഷമിക്കാതെ നിനക്കെങ്ങനെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും? 28:6 നിന്റെ സഹോദരങ്ങളോട് ക്ഷമിക്കാതെ നിനക്ക് ജീവിതത്തിന്റെ അന്ത്യോർത്ത് നീ ക്ഷമിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന നീതിയുടെ അപ്പമാണ്. ഈ കൺവെൻഷനിൽ നമ്മുടെ മനസ്സിൽ ജ്വലിക്കേണ്ട, അഗ്നിയായി ജ്വലിക്കേണ്ട, ഉത്തരവാദിത്വത്തിന്റെ അഗ്നിയായി ജ്വലിക്കണം. ഞാൻ നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ? സ്നേഹം നീതിയായി, നീതി കരുണയായി, ഒഴുകുന്ന മഴയായി, പൊഴിയുന്ന പുഴയായിട്ട് നമുക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കാരുണ്യത്തിന്റെ, ആമോസ് പ്രവാചകൻ സൂചിപ്പിക്കുന്ന പോലെ നീതി ജലം പോലെ ഒഴുകുന്ന അനുഭവം. അപ്പൊ നമ്മൾ ചിന്തകൾ ഇവിടെ നമ്മൾ സമാപിക്കുകയാണ്. വിശുദ്ധ കുർബാന മാനസാന്തരത്തിന്റെ മന്നയാണ്, മാനസാന്തരത്തിന്റെ മരുന്നാണ്. മനുഷ്യന്റെ പഞ്ചവിഷം, അഹങ്കാരം, അത്യാഗ്രഹം, അലസത എന്ന് പറഞ്ഞ അരിശവും അതുകൊണ്ട് അസൂയയും. അത് തന്നെയാണ് അരിശത്തെ കൂടി ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. എന്താ ഈ അരിശം? ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, എന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ധാരാളം അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. എനിക്ക് നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മളൊക്കെ അരിശപ്പെടുന്നത്. എനിക്ക് നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങളെ എനിക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മളൊക്കെ അരിശപ്പെടുന്നത്. അതെ, നമ്മൾ പലപ്പോഴും അഹങ്കാരിയാണ് ഏറ്റവും കൂടുതൽ അരിശപ്പെടുന്നത്. ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം, ഒറ്റ വാക്കേ ഉള്ളൂ, ഐ ആം ദ ലോ, ഐ ആം ദ സ്റ്റേറ്റ്, ഐ ആം ദ മെഷർ ഓഫ് എവറിത്തിങ്. ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. അതിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞാൽ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വെട്ടി നിരത്താൻ ശ്രമിക്കുന്നതാണ് ഈ അഹങ്കാരവും അരിശവും ഒരുമിച്ച് നിൽക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഈ മാരക വിഷം കൂടി ഇറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, അത് ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കുകയാണ് നമ്മുടെ സമയപരിമിതി മൂലം. അതായത് മനുഷ്യന്റെ സന്തോഷം കെടുത്തുന്ന 5 വിഷമുണ്ട്. 1 അഹങ്കാര വിഷം, 2 അത്യാഗ്രഹത്തിന്റെ വിഷം, 3 അലസതയുടെ വിഷം, 4 അസൂയയുടെ വിഷം, 5 അരിശത്തിന്റെ വിഷം. ഈ വിഷമിറക്കാതെ നമ്മളാരും മനുഷ്യരാവില്ല. ഈ കട്ടൻ കപ്പയുടെ കട്ട് വെള്ളത്തിലിട്ട് കളയുന്ന പറഞ്ഞ പോലെ മനുഷ്യന്റെ കട്ടിറക്കണം. ഈ കട്ടിറക്കാൻ ലോകത്തിൽ ഒരു യൂണിവേഴ്സിറ്റിക്കും പറ്റില്ല. ആ ഏക യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വചനവും വചനം മാംസമായി മാറുന്ന വിശുദ്ധ കുർബാനയുമാണ്. അതാണ് പാപമോചനത്തിന്, അതായത് മാനസാന്തരത്തിന് മഞ്ഞയോടൊപ്പം തന്നെ പാപവിഷത്തിനുള്ള ഏറ്റവും വലിയ ഔഷധമാണ് വിശുദ്ധ കുർബാന. സഭാപിതാക്കന്മാരോട്ട് സഭയിൽ എന്നും പഠിപ്പിക്കുന്ന കാര്യമാണ്, അഹങ്കാരിയായ മനുഷ്യ, നീ കൃപയുടെ വാതിലടയ്ക്കരുത്. അഹങ്കാരത്തിന്റെ കരങ്ങൾ കൊണ്ട് നീ കൃപയുടെ വാതിലടയ്ക്കരുത്. ദിവ്യകാരുണ്യം ശക്തിയായി മാറാൻ, അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ ആനന്ദമാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വന്നത്. ദൈവം സ്നേഹമാണെങ്കിൽ ഈ തമ്പുരാനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ ഈ നമുക്ക് സന്തോഷം കിട്ടത്തുള്ളൂ. ഈ സന്തോഷം കെടുത്തിക്കളയുന്ന ഈ 5 കാര്യങ്ങളിൽ നിന്ന് വിടുത്തി പ്രാപിക്കാനായിട്ട് ഒരുപക്ഷെ ഈ ചിന്തയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ ആനന്ദം. ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ഈ നാമം ദൃശ്യരൂപത്തിൽ അവതരിക്കുന്നതാണ് ഈ വിശുദ്ധ കുർബാന. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കാണുന്ന ഇന്ന് ദൈവ സ്നേഹത്തെ പറ്റി നമ്മൾ പറഞ്ഞു വന്ന അവസരത്തിൽ ആദ്യമായിട്ട് സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഇന്ന് നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞ പ്രണയത്തിന്റെ കാലഘട്ടം. ഇന്ന് നമ്മൾ കാണുന്നു
സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പ്രണയത്തിന്റെ കാലഘട്ടമാണ്. എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ, ഞാനൊരാളെ പ്രണയിക്കാൻ പോകുന്നു, ആൾക്ക് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ ഉടനെ ആസിഡ് ഒഴിച്ച് കത്തിക്കുന്നു, അല്ലെങ്കിൽ കൈവെട്ടിക്കൊണ്ട് പോകുന്നു. ഇതാ ദൈവത്തിന്റെ വൈകാരികത, ദൈവത്തിന്റെ പ്രണയമാണ് അവിടെ നിൽക്കുന്നത്. ആരെയും വലിച്ചടിപ്പിക്കുന്നതല്ല. എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും ഞാൻ സ്നേഹിക്കുന്നെന്ന് പറയുന്നതിലേക്കല്ല. ദൈവത്തിന്റെ ദൈവകാരുണ്യമാണ് ഇവിടെ. പ്രിയപ്പെട്ടവരെ, നമ്മളവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവിക വൈകാരികതയുടെ നിഴലാണ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് നിറഞ്ഞൊഴുകലാണ്. ദൈവത്തിന്റെ പ്രണയമാണ്. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചതാ. ഇഷ്ടമില്ലാതെ കത്തിച്ചൊതുക്കുന്നതല്ല, ഇഷ്ടമില്ലാത്തവരെ നശിപ്പിക്കുന്നതല്ല. ഞാൻ നിന്നെ സ്നേഹിക്കും, നീ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ നിന്നെ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ നിന്റെ കൈവെട്ടും എന്ന് പറയുന്ന ഇന്ന് പ്രണയം ഒരു തീവ്രവാദമായി മാറിയിരിക്കുക. നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രണയം ഇന്നൊരു തീവ്രവാദമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉത്തമഗീതം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ജീവിതത്തിൽ പ്രണയത്തെ നീ നേരത്തെ ഉണർത്തരുത്. വളർന്നവർക്കും വലുതായവർക്കും മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. അമോറിസ് ലെറ്റീസിയ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് ദൈവികമാണ്. അത് വളർന്നവർക്കും വലുതായവർക്കും മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. ഒരു സ്ത്രീയെ നല്ല സ്ത്രീയായി കടഞ്ഞെടുക്കുന്നതാണ് പ്രണയം. ഒരു പുരുഷനെ നല്ല പുരുഷനായി സംസ്കരിച്ചെടുക്കുന്നതാണ് പ്രണയം. കത്തോലിക്കാ സഭയ്ക്ക് വളരെ വിശാലമായ കാഴ്ചപ്പാടാണ്. അല്ലാതെ നീശ പറഞ്ഞതുപോലെ പ്രണയത്തിൽ വിഷം കുത്തിവെച്ചവരല്ല കത്തോലിക്കാ സഭ. ദേവൂസ് കാരിത്താസസ് എന്ന് പറയുന്ന സഭയുടെ ഡോക്യുമെന്റിൽ നീശ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്, കത്തോലിക്കാ സഭയാണ് ഈ നാട്ടിലെ പ്രണയത്തിൽ വിഷം കുത്തിവെച്ചത്. കത്തോലിക്കാ സഭ ഒരിക്കലും പ്രണയത്തിൽ വിഷം കുത്തിവെച്ചില്ല. പ്രണയിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു. സൗഹൃദത്തെ പ്രണയമായി തെറ്റിദ്ധരിക്കരുതെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് മാതാപിതാക്കൾ പറയുകയാണ്, കുഞ്ഞുങ്ങൾ 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും കഴിയുന്ന കൊച്ചി എനിക്ക് അവളെ ഇഷ്ടം, ടിൻറ്റുമോൻ ലുണ്ടുമോളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അത് പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കരുത്. അത് സൗഹൃദമാണ്. സൗഹൃദത്തെ ഒരിക്കലും പ്രണയമായി തെറ്റിക്കില്ല. വളർന്നവർക്കും വലുതായവർക്ക് സ്നേഹിക്കാൻ പറ്റൂ. ഒരു കുട്ടിയുടെ തലച്ചോറ് വളരണമെങ്കിൽ, ഇരിക്കുന്ന ആമ്പിള്ളാരുടെ തലച്ചോറ് വളരണമെങ്കിൽ 22 വയസ്സാകണം. പെൺകൊച്ചുങ്ങളുടെ തലച്ചോറ് വളരണമെങ്കിൽ 18 വയസ്സാകണം. 18 വയസ്സ് വരെ ഇന്റർനാഷണൽ ആയിട്ട് കുട്ടികളായിട്ട് കരുതുന്നത്. അതുകൊണ്ട് പ്രണയിക്കാൻ പ്രായമായിട്ടില്ല. ആക്രാന്തം കാണിക്കരുത് മക്കളെ, വിളമ്പിത്തരാൻ സമയമുണ്ട്, ഇനിയുണ്ട്. അതുകൊണ്ട് തലച്ചോറ് വളരട്ടെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സമയമെത്തും മുമ്പേ പ്രണയത്തെ ഉണർത്തരുത്. പ്രണയം ദൈവികമാണ്. അതൊരാളെ നശിപ്പിക്കുന്നതല്ല, പ്രതികാരം തീർക്കുന്നതല്ല. പ്രണയത്തിൽ പ്രതികാരമില്ല. പ്രണയത്തിൽ ഒരാളെ നാശം ആഗ്രഹിക്കുന്നില്ല. വിളിച്ചുകൊണ്ടുപോയി പുറത്തിറക്കി ചതിച്ചു കൊല്ലുന്നതല്ല. മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്താൽ കുഞ്ഞിനെ നശിപ്പിക്കുന്നതല്ല. പ്രണയം അതല്ല. ഇന്ന് കേരളത്തിൽ പ്രണയം തീവ്രവാദമായിട്ട് മറന്നിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പുതിയ തീവ്രവാദം എന്ന് പറയുന്ന പ്രണയമാണ്. ചതിച്ചു കൊല്ലുക എന്ന് പറഞ്ഞ പുതിയൊരു രീതി, മറ്റൊരു വ്യക്തിയോട് പ്രതികാരം ചെയ്യുന്നത്. അപ്പൊ ദൈവ പ്രണയത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന ഇരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് വിശുദ്ധീകരിക്കാം. പരിശുദ്ധ ഈ വികാരന് തിരുസന്നിരിക്കുമ്പോൾ ദൈവമേ, വചനത്തിന്റെ പൊരുൾ ഗ്രഹിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.